അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ സനുവാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ICPFന്റെ കൽക്കട്ട സെന്ററിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കടന്നുപോയ തന്റെ ജീവിതാനുഭവങ്ങൾ, ഒരുപാട് നല്ല ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സനു എസ് അവറുകളെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട നല്ല സമയത്തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അരോമ ടിവിയോടൊപ്പം ഇന്ന് പകൽക്കാലം സമയം ചെലവഴിപ്പാനായിട്ട് ദൈവം അവസരത്തെ നൽകിയതിന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പലപ്പോഴായിട്ട് പ്രിയ അരോമ ടിവിയിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് ഒരുപാട് ദൈവം സഹായിച്ചിട്ടുണ്ട്. പലരുടെയും ജീവിതാനുഭവങ്ങൾ അതിനകത്തൂടെ വരുന്നത് കാണുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു വലിയൊരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ ടിവിയും അതോടൊപ്പം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ കർത്താദാസന്മാരെയും ഒക്കെ ദൈവം സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല പാസ്റ്റർ ഡാനിയൽ ജോർജിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ എന്റെ സാക്ഷ്യം എന്ന് കേൾക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അല്പസമയം ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാല എന്റെ പേര് സനു എന്നാണ്. എന്റെ സ്വദേശം കൊല്ലമാണ്. ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കൽക്കട്ടയിലാണ്. ICPF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്റ്റാഫ് വർക്കറായിട്ട് കൽക്കട്ട പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഏകദേശം 3 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് ഏകദേശം 7 വർഷത്തോളം ആകുന്നു. 2019 ഞാൻ വെസ്റ്റ് ബംഗാളിൽ ICPF പ്രവർത്തനമായിട്ട് വരുന്നത്. എന്നോടൊപ്പം എനിക്ക് കുടുംബമുണ്ട്. എൻ്റെ വൈഫ് സൗമ്യ, ദൈവദാനമായി നൽകിയ 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൻ സാൻലി 6 വയസ്സാണ്. രണ്ടാമത്തെ ആള് സെറാഫീം, 2 ആൺകുട്ടികളാണ്. രണ്ടാമത്തെ ആള് ഏകദേശം 2.5 വയസ്സ് പ്രായമുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ഈ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കൽക്കട്ടയിൽ വന്നിട്ട് 3 വർഷമായി. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്, എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു ഹിന്ദുവായി ജനിച്ചു. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം 6 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് നല്ലൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച വ്യക്തികളാണ് ഞങ്ങൾ. ചുറ്റും അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ചുറ്റുപാട് മുഴുവൻ അങ്ങനത്തെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ വളരെ നല്ലൊരു ഹൈന്ദവ ബെൽറ്റിനകത്ത് നിൽക്കുന്ന എല്ലാ ആചാരങ്ങളും അമ്പലങ്ങളും പൂജകളുമായിട്ട് നടന്നിരുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഏകദേശം 1997 എൻ്റെ പിതാവിനൊരു അസുഖം ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു മുഖാന്തരം ഉണ്ടായത്. അതുവരെയും ഞങ്ങൾ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു. 97 സമയത്ത് 1997 എൻ്റെ പിതാവിന്റെ കിഡ്നി സംബന്ധമായിട്ട്, കിഡ്നിയിലുണ്ടായ കല്ല് സംബന്ധമായിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 10-ലധികം ഓപ്പറേഷൻസ് തന്റെ ശരീരത്തിൽ ആ സമയത്ത് ചെയ്തു. അങ്ങനെ ചെയ്ത ഓപ്പറേഷൻസിന്റെ എല്ലാം ഫലമായിട്ട് തനിക്ക് തന്റെ ശരീരം വീക്കായി. പക്ഷെ ആ ഒരു ഓപ്പറേഷൻസ് ചെയ്തതിന്റെ പേരിൽ തനിക്ക് കംപ്ലീറ്റ് ഒരു റിക്കവറി ഉണ്ടായില്ല അതിൽ നിന്ന്. ഫൈനലി ഡോക്ടേഴ്സ് ഇപ്രകാരം പറഞ്ഞു, 3 മാസം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, എൻ്റെ പിതാവ് അതോടൊപ്പം എനിക്കൊരു അനിയനുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്താണ് എൻ്റെ പിതാവിന് ഇങ്ങനെ അസുഖം ഉണ്ടാകുന്നത്. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചു, വെറും 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് ആ സമയത്ത് കൊല്ലത്ത് ഒരു ഷാപ്പില് ജോലിക്കാരനല്ല, പിതാവിന്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഒരു കള്ള് ഷാപ്പ് നടത്തുമായിരുന്നു. അപ്പന അവിടുത്തെ കുക്കും മെയിൻ കുക്കായിരുന്നു അപ്പന അവിടുത്തെ. ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു കള്ള് ഷാപ്പ് നടത്തുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാല് തന്റെ ഈ രോഗം മുഖാന്തരം തനിക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും
താൻ വളരെ ക്ഷീണിച്ചു 3 മാസത്തിനകത്ത് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ, ഹൈന്ദവ ബെൽറ്റിൽ നിൽക്കുന്ന ഞങ്ങളുടെ അടുത്തേക്ക് ഒരു രീതിയിലും യേശു കർത്താവിന്റെ സ്നേഹം കടന്നു വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലത്താണ് ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരാൻ ഇടയാക്കുന്നത്. ദൈവത്തിന് വലിയൊരു പദ്ധതിയായിരുന്നു അത്. ഞങ്ങളെ ദൈവം കണ്ടിരുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കടന്നു വരാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു മേഖലയിലേക്ക്, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആ ദൈവത്തിന്റെ സ്നേഹം കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ഫാമിലി മുഖാന്തരമാണ് ഞങ്ങൾ കർത്താവിനെ അറിയാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങള് അപ്പന് ഈ അസുഖം വന്ന സമയത്ത് ഞങ്ങള് എല്ലാ അമ്പലങ്ങളിലും, കൊല്ലത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും പോവുകയും പൂജകൾ നടത്തുകയും കുറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് എങ്ങും ഒരു വിടുതൽ കാണുന്നില്ലായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങള് പല പള്ളികളിൽ പോയി മറ്റ് പലതരത്തിലുള്ള പൂജകളും പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിടുതൽ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് ഡെയിലി അപ്പന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ഞങ്ങള് കുഞ്ഞുങ്ങളാണ്. ആകപ്പാട് വീടിന്റെ അവസ്ഥകൾ വളരെ പ്രയാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു ഫാമിലി, വിശ്വാസത്തിലുള്ള ഒരു ഫാമിലി ഉണ്ട്. അവര് ഞങ്ങളോട് വന്ന് യേശു കർത്താവിനെ പറ്റി പറയുകയും അവര് മുഖാന്തരം, അവര് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അവരുടെ ചർച്ചിലുള്ള പാസ്റ്റർ വന്നൊന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ എന്ന് അവർ ചോദിച്ചു. അപ്പം പറഞ്ഞു ഓക്കെ, അത് അനുവാദം നൽകി. തൊട്ടടുത്ത ദിവസം അവിടുത്തെയുള്ള പാസ്റ്ററും ചർച്ചിലെ ഒരു വിശ്വാസിയായിട്ട് വീട്ടിൽ വന്നു. അപ്പൻ ആ സമയത്ത് പറ്റുന്ന രീതിയിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പൂർണ്ണമായും കിടപ്പല്ലായിരുന്നു, പറ്റുന്ന രീതിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അന്ന് വൈകിട്ട് അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വീട്ടിലുണ്ട്. അപ്പം പാസ്റ്റർ വന്നു, ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞു ഒരു 3 ദിവസം വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥനയായിട്ട് ഇരിക്കാൻ ഞങ്ങൾ സഭയായിട്ട് വരാമെന്ന് പറഞ്ഞു. 1997 സമയത്താണ് ആ ദേവദാസൻ ആ ദേശത്ത് വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹം വീട്ടിൽ വന്നു. അപ്പൻ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോയി. അപ്പൻ വന്ന സമയത്ത് ഞങ്ങൾ അത് ഷെയർ ചെയ്തു. ഓക്കേ എന്ന് പറഞ്ഞു. എന്തായാലും അമ്പലങ്ങളിൽ പോയി, പള്ളികളിൽ പോയി, മുസ്ലിം പള്ളികളിൽ പോയി സകല പരിപാടികളും നടത്തി. ചെയ്യാൻ പറ്റുന്നിടത്തോളമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാ പിന്നെ ഇതെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ഒരു തീരുമാനത്തോടു കൂടിയായിരുന്നു. പാസ്റ്ററേയും വിളിച്ചു. അവര് വീട്ടിൽ വന്നു. സഭയായിട്ട് അവര് 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു വീട്ടില്. ഞങ്ങള് ഹിന്ദുക്കളെന്ന നിലയിൽ നമുക്ക് ഉപവാസം എന്ന് പറയുമ്പോഴത്തേന് ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കാതെ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോമ്പിന്റെ സമയങ്ങളൊക്കെയാണ് മറ്റു ഭാഷകളിൽ പറഞ്ഞാൽ. അതാണ് ഉപവാസം എന്ന് പറയുമ്പോൾ. പക്ഷെ ഇവര് വീട്ടിൽ വന്നു. 3 ദിവസം ഭക്ഷണം കഴിക്കത്തില്ല. ഒരു കാര്യങ്ങളും ഇല്ല. അവര് 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം സംസാരിക്കുകയും ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ സഭയായിട്ട് അവർ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു. 2-ാം ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം അപ്പനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നത് അപ്പന്റെ ഒരു ആഗ്രഹം കാരണം 3-ാം ദിവസം വൈകിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. പക്ഷെ പ്രത്യേകിച്ച് ശരീരത്തിന് ഒരു വിടുതലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രി പിതാവ് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് തനിക്കൊരു പെട്ടെന്നൊരു എന്തോ തന്റെ ശരീരത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ടായി എന്ന് തോന്നി. എന്തോ ഒരു വ്യത്യാസം തനിക്ക് ഫീൽ ചെയ്തു. താൻ ചാടി എഴുന്നേറ്റ് തനിക്ക് പെട്ടെന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. ഇപ്പൊ അതുവരെയും താൻ ട്യൂബ് ഉപയോഗിച്ചാണ് വാഷ്റൂമിൽ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. താൻ ട്യൂബ് എടുക്കാൻ മറന്നുപോയി. തന്റെ സാക്ഷ്യം താൻ പറയുമ്പോ ഇങ്ങനെ പറയുന്നേ, ഒരു ടാപ്പ് തുറന്നിട്ട് ടാപ്പിനകത്തുനിന്ന് വെള്ളം വരുന്നത് പോലെ തന്റെ ശരീരത്തിൽ നിന്ന് യൂറിൻ പെട്ടെന്ന് പാസ്സായി പോയി. ഇത് പോയി കഴിഞ്ഞപ്പോഴാണ് തനിക്ക് മനസ്സിലായത് തന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചു. അപ്പൊ താൻ രാത്രി ഉറങ്ങുമ്പോൾ തന്റെ ശരീരത്തിൽ ആരോ അടിക്കുന്ന പോലെ തനിക്ക് തോന്നി. തന്റെ കാലിൽ ആരോ അടിക്കുന്ന പോലെ തോന്നി. താൻ ചാടി എഴുന്നേറ്റപ്പോഴാണ് തനിക്ക് ഈ ഒരു ഫീലിങ്സ് ഉണ്ടായതും ഈ ഒരു വ്യത്യാസം ഉണ്ടായതും. തന്റെ ശരീരത്തിലുള്ള നീരെല്ലാം കുറയാൻ തുടങ്ങി. അപ്പൊ അതുവരെ ശരീരത്തിലുള്ള നീര് വെച്ചിട്ട് നീരെല്ലാം കുറയാൻ തുടങ്ങി. അപ്പൊ ഓടി താൻ എന്ത് ചെയ്തൊരു തിരിച്ചു വന്നു. കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. എന്തോ മാറ്റം തന്റെ ശരീരത്തിലുള്ളത് തോന്നിയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനല്ലേ പറഞ്ഞത് നിങ്ങൾ 3 മാസം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു ട്രീറ്റ്മെന്റോ എന്താ പറയുന്നത്, ഒരു ഓപ്പറേഷൻസോ ഒന്നും ചെയ്യാനായിട്ട് ഒന്നും പറ്റത്തില്ല. ഓൾമോസ്റ്റ് നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പന്റെ നിർബന്ധപ്രകാരം അപ്പൻ പറഞ്ഞതിന്റെ പേരില് ഒരു സ്കാൻ കൂടെ ചെയ്തു. അപ്പന്റെ നിർബന്ധത്തിൽ ഒരു സ്കാൻ കൂടെ ചെയ്തു. ആ റിസൾട്ട് ഡോക്ടറെ കാണിക്കുമ്പോ ഡോക്ടർ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് പോയത്? ഈ ഒരു ചോദ്യം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പം പറഞ്ഞു, ഇല്ല ഒരു ഹോസ്പിറ്റലിൽ പോയില്ല ഡോക്ടർ. എന്താ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേനാ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഞാൻ തന്നെയാണ് ടെസ്റ്റിഫൈ ചെയ്തത് നിങ്ങളുടെ 3 മാസമേ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങളുടെ കിഡ്നിക്ക് 2 കിഡ്നി ഫെയിൽ ആയി പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു കിഡ്നി കംപ്ലീറ്റ്ലി ഫെയിൽ ആയി പോയി. മറ്റേ കിഡ്നിക്ക് വെറും 30% മാത്രമേ ഉള്ളൂ. അതാണ് ഈ 3 മാസത്തെ ടൈം തന്നത്. എന്നാൽ ഡോക്ടർ ടെസ്റ്റിഫൈ ചെയ്യുന്നത് ഇതാണ്, 2 കിഡ്നിക്കും ഒരു കുഴപ്പവുമില്ല. ആമേൻ. 2 കിഡ്നിക്കും ഒരു കുഴപ്പവുമില്ല. അത് കംപ്ലീറ്റ്ലി നോർമലായി, കംപ്ലീറ്റ്ലി റിക്കവർ ആയി നിങ്ങളൊരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഏകദേശം 10ലധികം ഓപ്പറേഷൻസ് ചെയ്തിട്ടും ഒരു വിടുതലും വരാത്ത ഒരു കാര്യത്തില് നമ്മുടെ മെഡിക്കൽ സയൻസ് കംപ്ലീറ്റ്ലി ഫോൾട്ടായി, കംപ്ലീറ്റ്ലി ഡെഡ് ആയ സ്ഥലത്ത് അന്ന് ദൈവം ഞങ്ങൾക്ക് ഒരു വിടുതൽ ഇടയായി. അതാണ് ഞാൻ പറഞ്ഞത് ഒരു സാധ്യതയുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം, ഒരു സാധ്യതയുമില്ലാത്തൊരു പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരാനിടയായി തീർന്നു. ആ ഒരു വിടുതല് ഞങ്ങൾ കർത്താവിനെ ശരിക്കും അറിയാനായിട്ടുള്ള ഒരു കാരണമായി ഞങ്ങൾക്ക് മനസ്സിലായി. there's a God who is living, ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പിന്നീട് അമ്പലങ്ങളിലോട്ടൊന്നും പോകുന്ന പരിപാടിയില്ല. പക്ഷേ ഞങ്ങൾ അതിനുശേഷം ചെയ്ത ഒരു കാര്യം, ഞങ്ങൾ ആ സഭയിൽ പോയി അപ്പനും അമ്മയൊക്കെ അവിടെ സ്നാനപ്പെട്ടു. ആ സഭയുടെ ഭാഗമായി തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങൾ താമസിച്ചിരുന്ന ദേശത്ത് ഒരു പ്രവർത്തനം തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ഒരു ആരാധന തുടങ്ങുവാനായിട്ട് ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു പാർട്ട്ണർ ചർച്ചായിട്ട് ഞങ്ങളുടെ വീട് തന്നെ തുറന്നു കൊടുത്തു. ആ ദേശത്ത് ഞങ്ങൾക്കുണ്ടായ വിടുതല്, അപ്പനുണ്ടായ വിടുതല് കാരണം അനേകര് ആ ദേശത്ത് നിന്ന് യേശുവിനെ അറിയാനായിട്ട് ഇടയായിരുന്നു. അനേകർ ആ ദേശത്ത് നിന്ന് ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരുപാട് പേർക്ക് ആ വീട്ടിൽ വന്നിരുന്നുള്ള ആരാധനയിൽ സൗഖ്യം പ്രാപിക്കാനിടയായിരുന്നു. അങ്ങനെ ലഭിച്ച സൗഖ്യത്തിൽ നിന്നുള്ള ആളുകൾ ഇപ്പോഴും ഞങ്ങളുടെ സഭയിൽ ഉണ്ട്. ആ ഒരു ആ ഒരു ആ ഒരു സ്റ്റാർട്ടിങ് ദൈവം ആ ദേശത്ത് ചെയ്തൊരു വലിയൊരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ ഞാൻ ഇവിടേക്ക് ചർച്ചകൾക്ക് അവസരം ലഭിക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അറിയാനായിട്ട് ദൈവം ഒരു അവസരം നൽകി. നമുക്ക് ഒരാളെ പരിചയപ്പെടാനായിട്ട് നമുക്കൊരു അവസരം ഉണ്ടാവും. പക്ഷേ ആ വ്യക്തിയെ അധികമായിട്ട് അറിയണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത്. ദൈവത്തെ അറിയാനായിട്ട്, ദൈവത്തെ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം മാത്രമായിരുന്നു അപ്പന്റെ അസുഖവും അപ്പനുണ്ടായ വിടുതലും എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിനുശേഷമുള്ള ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിലേക്ക്, ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ടെസ്റ്റിമണി എന്ന് പറയുന്നത് ദൈവത്തെ കൂടുതൽ അറിയുക എന്നുള്ളത് ഒരു സാഹചര്യമാണ്. അപ്പൻ്റെതായ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചു. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം കള്ള് ഷാപ്പെല്ലാം ഉപേക്ഷിച്ചു. അതിനുശേഷം അപ്പൻ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഞങ്ങൾ 6 വർഷത്തോളം അപ്പൻ ആ ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായിരുന്നു, ബിസിനസ് നിർത്തണം എന്നുള്ളൊരു അരുളപ്പാടുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മാനുഷികപരമായിട്ട് നോക്കിയപ്പോൾ ഇല്ലാത്തതിന്റെ പേരിൽ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തില്ല. അതങ്ങനെ മുമ്പോട്ട് പോയി. 7ാമത്തെ വർഷം കയറിയപ്പോഴത്തേന് വലിയൊരു കടബാധ്യതയിലേക്ക് വരുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്നെ അപ്പൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഹോട്ടൽ. അപ്പനൊരു പാചകക്കാരനാണ്. സോ ഒരു ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നല്ല രീതിയിലാണ് ആ ബിസിനസ് മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു കടബാധ്യതയിലേക്ക് വരുവാനായിട്ട് തീർന്നു. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. കടം കയറി. ഏകദേശം 5 ലക്ഷത്തിലധികം രൂപ കടം വന്നു. അപ്പൻ പൈസ കുറച്ച് ആളുകൾ കൊടുത്തിരുന്നു, അത് കിട്ടാതെ വന്നു. അങ്ങനെ റോള് ചെയ്തിരുന്ന എല്ലാ ബിസിനസ്സും പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് ഫോൾട്ടായി, ഫെയിലായി. ആളുകൾ വീട്ടിൽ വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു അനിയനാണ്. അപ്പനും അമ്മയും ഞങ്ങൾ ആൺകുട്ടികളും. ഞങ്ങൾ വീട്ടിലിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആളുകൾ ഞങ്ങളെ വിളിച്ച് വെളിയിൽ ഇറക്കി നിർത്തി ഞങ്ങളെ മാനസികപരമായിട്ട് ഞങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്ന ഒരു അവസരം, ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അടുത്തുള്ള അയൽവക്കത്തുള്ള ഒരു പുള്ളിയോട് അല്പം സാമ്പത്തികം ആവശ്യപ്പെടുകയും അവർ ഡിമാൻഡ് ചെയ്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ പുതിയ വീടൊക്കെ പണിത് നല്ല പുതിയ വീടൊക്കെ ആയിരുന്നു. ആ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ബാങ്കിൽ ആധാരം ലോൺ വെച്ചിരിക്കുകയാണ്. ആ പൈസ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെട്ടെന്നുള്ള കടബാധ്യത തീർക്കാനായിട്ട് ഇദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് ഒരു
പവർ ഓഫ് അറ്റോർണി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആ പൈസ വാങ്ങി മേടിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പവർ ഓഫ് അറ്റോർണി തരുമ്പോൾ ഈ വീട്ടിനകത്ത് തുറന്ന് താമസിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. ഞങ്ങൾ വീട് വിട്ടിറങ്ങണം, മറ്റെവിടെയെങ്കിലും താമസിക്കണം, പൈസ തിരിച്ചു തന്നിട്ട് ഞങ്ങൾ വീട് തിരിച്ചു തരത്തുള്ളൂ എന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ടാണ് പവർ ഓഫ് അറ്റോർണി എഴുതുന്നത്. പക്ഷെ സാമ്പത്തികം ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത് ആ ഒരു രീതിയിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. പക്ഷെ അടുത്ത ചോദ്യം എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. 2 മക്കളും അപ്പനും അമ്മയുമായിട്ട് പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങോട്ട് പോകുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. എല്ലാ അപ്പന്റെ ബന്ധുക്കളുടെ അടുത്തെല്ലാം പോയി. അവരാരും ഞങ്ങളെ ഏറ്റെടുത്തില്ല. അതോടൊപ്പം തന്നെ അമ്മയുടെ ബന്ധുക്കളുടെ അടുത്ത് പോയി. വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യമെന്ന് വെച്ചാല് സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ഒരു വിഷയം മുമ്പിലുള്ളത് കൊണ്ടാണ് ആരും ഞങ്ങളെ അടുപ്പിക്കാത്തത്. അപ്പൊ ഞങ്ങള് വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ തന്നെ ഞങ്ങളുടെ എല്ലാവരും ഓൾമോസ്റ്റ് ഞങ്ങളുടെ അമ്മയുടെ ആങ്ങള എല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചു. അവരാരും ഞങ്ങളോടൊപ്പം സഹകരിക്കാതായി. ഞങ്ങളുടെ അപ്പന്റെ ബന്ധുക്കൾ ഞങ്ങളോട് സഹകരിക്കാതായി. ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് അമ്മയുടെ അനിയത്തിയും കുടുംബവും മാത്രമായിരുന്നു ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത്. ഞങ്ങളുടെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അവര് മാത്രമാണ് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങളുടെ അമ്മയുടെ ആങ്ങള അമ്മാമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കാര്യം അമ്മാമ്മ ഞങ്ങളെ വിശ്വാസത്തിലേക്ക് വരുന്നത് തടഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് മുതല് അമ്മച്ചി ഞങ്ങളോടൊപ്പം താമസിക്കുന്നത്. അപ്പം ഞങ്ങള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അമ്മച്ചിയുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി ഞങ്ങൾ വിളിക്കുന്നത് കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞമ്മയും കുടുംബവും താമസിക്കുന്നത് വളരെ ദൂരത്തിലാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും അത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമ്പോ ഞങ്ങളുടെ അമ്മാമ്മയുടെ തന്നെ അമ്മമ്മയുടെ അമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടില് ഒരു ചെറിയൊരു സൗകര്യം ഞങ്ങൾക്ക് ഒരുങ്ങി കിട്ടി. അപ്പം അവിടെ എന്ന് പറഞ്ഞാല് അവര് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. 2, 3 കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. വീട്ടിനകത്തേക്കല്ല അവർ ഞങ്ങളെ അവസരം തരുന്നത്. വീടിന് പുറകു വശത്ത് 4 തൂണിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിറക് ഷെഡ് ഉണ്ട്. ചെറിയൊരു വിറക് ഷെഡ്. അവര് പറയുന്നത് ആ വിറക് ഷെഡ് നിങ്ങൾക്ക് വൃത്തിയാക്കിയിട്ട് അതിന് ചുറ്റും നിങ്ങൾക്ക് ഷീറ്റെല്ലാം മറച്ച് അതിനകത്ത് വേണമെങ്കിൽ താമസിച്ചോളാൻ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഞങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ട് പാസ്റ്റേഴ്സിന് വരാൻ പാടില്ല. വിശ്വാസികൾക്ക് വരാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. 3, ഞങ്ങൾ അവിടെ ആത്മഹത്യ ചെയ്യരുത്. ഈ 3 കണ്ടീഷനിലാണ് ഞങ്ങൾക്ക് അവിടെ അവര് അവസരം തരുന്നത്. അപ്പം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പൻ ആ സമയത്ത് ഹോട്ടൽ ബിസിനസ് പൊളിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പാത്രങ്ങളും ഫർണിച്ചേഴ്സും എല്ലാം നേരെ കൊണ്ടുചെന്ന് ആക്രിക്കടയിൽ തൂക്കി വിറ്റിട്ട് അവിടുന്ന് കിട്ടിയ പൈസയായിട്ട് വന്ന് ആ പൈസക്ക് അത്യാവശ്യം ഷീറ്റ് കാര്യങ്ങൾ മേടിച്ച് ഈ 4 തൂണും മറച്ച് അതിനൊരു ഡോറും വെച്ച് അതിനകത്ത് കിടന്ന വിറകെല്ലാം മാറ്റി ക്ലീൻ ചെയ്തു. പക്ഷെ അതിനകത്ത് കട്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു ഷെഡാണ്. അപ്പം ഞങ്ങള് പവർ ഓഫ് അറ്റോർണി കൊടുത്ത അവരോട് പറഞ്ഞു ഞങ്ങൾ ഒരു കട്ടിൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചു വീട്ടിനകത്തുനിന്ന്. ഞങ്ങൾക്ക് കിടക്കാൻ വേറെ സാധ്യത ഇല്ലാത്തതുകൊണ്ട്. അത് മാത്രം പെർമിഷൻ കിട്ടി. ഞങ്ങളുടെ തുണികളും ആ ഒരു കട്ടിലും ഒരു മേശയും എടുത്തു. അപ്പന്റെ ഒരു മേശ ഉണ്ടായിരുന്നു. ആ മേശ എടുത്തു. ഈ കട്ടിലും മേശ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ സ്ഥലമില്ല. സൈഡിൽ ഒരു ചെറിയ ബെഞ്ച് വെച്ചിട്ട് അതിനകത്ത് ഗ്യാസ് അടുപ്പ് വെച്ചാണ് പാചകം ചെയ്യേണ്ടത്. അപ്പം ആ സമയത്ത് അപ്പന് ജോലിയില്ല. അമ്മയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്. കാഷ്യൂ ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ വരുമാനമില്ല. ഞങ്ങൾ 2 പേരും പഠിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ എപ്പോഴും തമാശ രൂപേണ പറയും. ഗവൺമെന്റ് റേഷൻ കടയിൽ നിന്ന് രൂപയ്ക്ക് അരി കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങി. ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്ക്. അപ്പൊ ഞങ്ങൾക്ക് ആ അരി കിട്ടാൻ തുടങ്ങി. ഞങ്ങൾ കൊല്ലത്താണ് ഞങ്ങളുടെ വീട്. ഇപ്പൊ പുതുതായിട്ട് താമസിക്കാൻ വന്ന ആ വീടിനടുത്ത് മാർക്കറ്റ് ഉണ്ട്. 5 രൂപയ്ക്ക് മത്തി കിട്ടും. ഈ 2 രൂപയ്ക്ക് അരി കിട്ടും. ഈ അരിയും മത്തിയും മേടിച്ചിട്ടാണ് ഞങ്ങളുടെ തുടർന്നുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ വീട്ടിനകത്തേക്ക് ഈ ഷെഡിലേക്ക് ഞങ്ങൾ താമസം മാറുമ്പോ ചോദ്യം ഇതായിരുന്നു. അപ്പനും അമ്മയ്ക്കും വേണമെങ്കിൽ കട്ടിലിൽ കിടക്കാം. പക്ഷെ ഞങ്ങൾ 2 മക്കൾ എവിടെ കിടക്കും? കാര്യം ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമില്ല അതിനകത്തില്ല. ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പം പറഞ്ഞു ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന രീതിയിൽ അമ്മയുടെ ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ്. അവരെല്ലാം ഹിന്ദുക്കളാണ്. അപ്പൊ അവര് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. അവരിവിടെ വന്ന് താമസിച്ചോട്ടെ. അവരിവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവര് സ്കൂളിൽ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ എഗ്രി ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് വല്യപ്പയുടെ വീട്ടിലോട്ട് പോയി. അവിടെ കുറച്ച് ദിവസം, അധികം ദിവസങ്ങളില്ല. ഏകദേശം ഒരു 10 ദിവസം തികച്ച് ഞങ്ങളവിടെ താമസിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പം വല്യമ്മച്ചിയുടെ ശകാരം കേട്ടോണ്ടാ എഴുന്നേൽക്കുന്നെ. എനിക്കിവിടെ ആർക്കും വെച്ച് വിളമ്പാനൊന്നും പറ്റത്തില്ല.
വേണമെങ്കിൽ വന്ന് എണ്ണയും തേച്ചിട്ട് വേണമെങ്കിൽ വന്ന് കുളിച്ചിട്ട് വേണം പൊക്കോ എന്ന രീതിയിൽ വളരെ നിന്ദിക്കുന്ന രീതിയിൽ. അപ്പം ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ അടുത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന അമ്മച്ചി ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേന് അമ്മച്ചിയെ ഓൾറെഡി വല്യമ്മ കൊണ്ടുപോയായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ അവിടെയാണ് അമ്മാമ്മ ഓൾറെഡി ഉള്ളത്. അമ്മച്ചി അവിടെ ഉള്ളത്. അപ്പം അമ്മച്ചി ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അമ്മച്ചി ഓൾറെഡി അമ്മയോടും അപ്പനോടും പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്. ഞങ്ങളും രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ അവിടുന്ന് ഇഞ്ഞ് പോന്നു. പോന്ന് നേരെ അപ്പന്റെ അമ്മയടുത്ത് വന്നു. കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോ അപ്പനും അമ്മയും പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. "മക്കളെ ഇനി നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്. നമുക്ക് കട്ടിലിനടിയിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കട്ടിലിനടിയിലോട്ട് നമുക്ക് പായിട്ടിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾക്ക് അവിടെ കിടക്കാമെന്ന്" പറഞ്ഞിട്ട് അപ്പനും അമ്മയും കട്ടിലിന്റെ മുകളിലും കട്ടിലിനടിയില് ഞാനും അനിയനും കൂടെ പായിട്ട് ആ ഒരു സൗകര്യത്തിലാണ് ഞങ്ങളവിടെ കിടന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കിടക്കുമ്പോൾ കടം കയറി നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തെ മുറുകെ പിടിച്ചുള്ള ഒരു ജീവിതം. അപ്പനൊരു കട്ടിലിൽ ഒരു കോർണറിൽ ഇരുന്ന് എപ്പോഴും അപ്പൻ പ്രാർത്ഥനയാണ്. അപ്പന് പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമുള്ള അപ്പനൊരു കോർണറിൽ ഇരുന്ന് ഭയങ്കര എപ്പോഴും പ്രാർത്ഥനയാണ്. അമ്മ കാഷ്യൂ ഫാക്ടറിയിൽ പോയി ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരും. അപ്പം അപ്പന്റെ സുഹൃത്തുക്കള് എല്ലാം അപ്പനോട് വന്നിട്ട് പറഞ്ഞു, "ഒരു കാര്യം ചെയ്യ്. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങള് തിരിച്ചു തരാം. നീ അവിടെയുള്ള ഞങ്ങളുടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്. വലിയ കൂനമ്പായക്കുളം ക്ഷേത്രം എന്ന് പറയും കൊല്ലത്തെ. പ്രശസ്തമായ ഒരു ക്ഷേത്രം ഇപ്പൊ അത്. ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഒന്ന് വന്ന് നിന്നാ മതി. വേറെ ഒന്നും നീ ചെയ്യണ്ട. ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഒന്ന് വന്ന് നിന്നാ മതി. നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തിരിച്ചു തന്നോളാം. എല്ലാം ഞങ്ങൾ നിന്റെ വീടൊക്കെ എടുത്തു തരാം. എല്ലാ കാര്യങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞു. പക്ഷെ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ മരണത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു ദൈവമാണ്. ഇനി ആ ദൈവത്തെ വിട്ടിട്ട് എങ്ങോട്ടും പോകത്തില്ല. ഇനി മരിച്ചെന്ന് പറഞ്ഞാലും, ജീവിതം നഷ്ടപ്പെട്ടെന്ന് പോയെന്ന് പറഞ്ഞാലും, ഇനി ആ ദൈവത്തെ വിട്ടിട്ട് എങ്ങോട്ടും പോകത്തില്ല. ആ ദൈവം ഇങ്ങനെ മരിക്കാനാണെങ്കിൽ മരിച്ചോട്ടെ ഒരു കുഴപ്പവുമില്ല. ആ ഒരു തീരുമാനം, ആ ഒരു വിശ്വാസത്തില് അപ്പനെടുത്തൊരു തീരുമാനമായിരുന്നു ഞങ്ങടെ പിന്നെ അങ്ങോട്ട് നിൽക്കുവാനായിട്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും ഇയ്യോബിന്റെ ജീവിതത്തില് അത്രയും കഷ്ടതയുടെ നടുവിലും ഇയ്യോബിന്റെ പല വാക്കുകളായിരുന്നു ദൈവം ഇയ്യോബിനെ ബലപ്പെടുത്തിയത്. ആമേൻ. അങ്ങനെ ആ സാഹചര്യത്തിൽ അപ്പനെടുത്ത തീരുമാനം പിന്നീട് പലപ്പോഴും ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് ദേവാസൻ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ട് എബ്രാം എന്നാ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പം ചെങ്ങന്നൂര് ചങ്ങനാശ്ശേരി ഏരിയയിൽ ഒരു സഭയില് IPC സഭയില് പാസ്റ്ററായിട്ട് ഇരിക്കുക. അദ്ദേഹം പലപ്പോഴും ഞങ്ങളെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, "മക്കളെ ഞാൻ പോലും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഈ കഷ്ടതയുടെ ശോധനയുടെ നടുവിൽ നിങ്ങൾ അപ്പനും നിങ്ങൾ കുടുംബമായിട്ട് പിന്മാറിപ്പോകുമെന്ന്. പക്ഷെ അപ്പൻ അന്ന് പറഞ്ഞ വാക്ക് എന്നെപ്പോലും എന്റെ കണ്ണുപോലും നിറയിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന്." അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ സാക്ഷ്യം അദ്ദേഹം പറയുമ്പോൾ കണ്ണുനീരോടുകൂടി അദ്ദേഹം ഞങ്ങളെ ഓർക്കത്തുള്ളൂ, ഞങ്ങളുടെ സാക്ഷ്യം പറയത്തുള്ളൂ. കാര്യം ആ പട്ടണത്തില് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ചെയ്തൊരു വിടുതലായിരുന്നു അത്. ആ അങ്ങനെ അപ്പനെടുത്തൊരു തീരുമാനം. ആ തീരുമാനത്തിൽ അപ്പൻ ഉറച്ചു നിന്നു. ഇനി അങ്ങോട്ട് മാറത്തില്ല എന്നുള്ളൊരു തീരുമാനം അപ്പൻ എടുത്തു. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ദൈവം ഞങ്ങൾക്കൊരു ഫേവറായിട്ട് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയാൻ. അതിനകത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല. പക്ഷെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. വളരെ രഹസ്യമായിട്ടാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ വളരെ ആത്മീയമായിട്ടൊന്ന് കൈയടിച്ച് ആരാധിക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളെ കാണാൻ വരുന്നത് ദേവദാസ് ഞങ്ങളിത് ഒരു നാഷണൽ ഹൈവേയുടെ സൈഡിലായി വീട്. ആ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് പാസ്റ്ററെ കാണും. പാസ്റ്റർ ആ വഴി പോകും. അന്ന് സഭയുടെയും പാസ്റ്ററുടെയൊക്കെ സപ്പോർട്ട് വളരെ ഭയങ്കരമായിരുന്നു. അതിന്റെ നടുവിൽ അവര് ഞങ്ങളുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്കൊന്ന് കൈയടിച്ചൊന്ന് ആരാധിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോ മേളിൽ ഇട്ടിരിക്കുന്ന തകിട് ഷീറ്റാണ്. അപ്പൊ അന്ന് രാത്രി ശക്തമായ ഒരു മഴ പെയ്തിട്ട് തകിട് ഷീറ്റിനകത്ത് ഈ ശബ്ദം വന്നിട്ട് ഞങ്ങൾ അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആരാധനയും വളരെ ശക്തമായിരുന്നു. ഇത് പുറത്തു വരത്തില്ല. ഈ ഷീറ്റിനകത്ത് വെള്ളം വീഴുന്ന കാരണം. അങ്ങനത്തെ ഒരു ആത്മീയ നിർവൃതി ഞങ്ങൾ അതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനകത്ത് താമസിക്കുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. കാര്യം ഞങ്ങൾ കഴിക്കുന്ന ആഹാരം വളരെ കുറവാണ്. ഞങ്ങക്ക് പ്രോപ്പറായിട്ട് ഫുഡൊന്നുമില്ല. ആ സമയത്ത് തൊട്ടടുത്തൊരു ഒരു ഓഡിറ്റോറിയം ഉണ്ട്. കല്യാണ ഓഡിറ്റോറിയം ഉണ്ട്. അപ്പൊ അവിടെ ഞായറാഴ്ചകളിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അധികം വരുന്ന ഭക്ഷണം അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പൊ ഞങ്ങള് നേരെ പോയി ആ ചോറും അവിടെയുള്ള കറികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചരുവത്തിനകത്തൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ആ ചോറായിരിക്കും പിന്നെ ഒരാഴ്ചയോളം ഞങ്ങൾ കഴിക്കുന്നത്. എപ്പോഴും മിക്കപ്പോഴും ഭക്ഷണം കുറവുള്ളപ്പോഴത്തേനും മോര് കറി അധികമായിട്ടുണ്ടാവും. അപ്പം അമ്മ എപ്പോഴും പറയും, "മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യ്. ചോറ് കുറച്ചല്ലേ ഉള്ളൂ. നിങ്ങള് മോര് കഴിച്ചാല് വയറ് വിശപ്പറിയത്തില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന രീതിയില്" അങ്ങനെ ഞങ്ങള് കഴിച്ചിട്ട് കിടന്നിട്ടുള്ള രാത്രികളുണ്ട്. പക്ഷേ ഒരു നേരം പോലും ഇങ്ങനാണേലും എങ്ങനാണേലും ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ആഹാരത്തിന്റെ രുചി അറിയാതെ കിടക്കാനായിട്ട് ദൈവം ഒരു നേരം പോലും അനുവദിച്ചിട്ടില്ല. കുറവായിരിക്കും ഭക്ഷണം. അല്ലെങ്കില് വിഭവസമൃദ്ധമായിട്ടുള്ളതൊന്നും ആയിരിക്കത്തില്ല. ടേസ്റ്റ് ഒക്കെ ഡിഫറന്റ് ആയിരിക്കും. പക്ഷേ ഒരു നേരം പോലും പട്ടിണി കിടക്കാനായിട്ട് ഞാൻ എപ്പോഴും എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാജ്യം മുഴുവൻ പട്ടിണി കിടക്കുമ്പോ
ഒരു നേരം പോലും പട്ടിണി കിടക്കാനായിട്ട് തന്റെ ഭൃത്യനെ അനുവദിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങള് പട്ടിണിയുടെ അനുഭവമാണെങ്കിലും ഭക്ഷണത്തിൽ ഒരു നേരം പോലും കുറവ് വരുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. ഞങ്ങള് വളരെ വളരെ എന്താ പറയുന്നത്, വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ റേഷൻ അരി കഴിക്കുമ്പോ ഇച്ചിരി വിലയരിയുടെ ചോറ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി ഞങ്ങളെ കാണാൻ വരുമ്പഴത്തേന് ഒരു തവണ വന്നപ്പോ 2 കിലോ അരി കൊണ്ടുവന്നിട്ടുണ്ട്. അരി കൊണ്ട് തന്ന് ഞങ്ങളോട് പറഞ്ഞു, "നിങ്ങള് രഹസ്യമായിട്ട് എപ്പോഴെങ്കിലും വെച്ച് കഴിച്ചാൽ മതി" എന്ന് പറഞ്ഞു. കാര്യം ഞങ്ങള് താമസിക്കുന്ന മറ്റൊരു വീടിനോട് ചേർന്നിട്ടാണ്. അപ്പം ഞങ്ങള് ഒരു ദിവസം ഈ അരി വെച്ചിട്ട് റേഷൻ അരിയുടെ പഴങ്കഞ്ഞി മേളിലോട്ട് വെച്ചു. ഏറ്റവും അടിയിൽ ഈ അരിയുടെ ചോറ് വെച്ചിട്ട് മേളിലോട്ട് 2, 3 തട്ടായിട്ട് റേഷനരിയുടെ കഞ്ഞി വെച്ചു. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ആ ഫാമിലിയിൽ കൊച്ചുങ്ങളുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ എപ്പോ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾക്കൊരു കൊതി കാരണം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കഴിക്കണം. എല്ലാരും കൂടെ രാത്രി വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ കൊതി കൂടി വെച്ചിരിക്കുക. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഓടി വരിക പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് മൊത്തത്തിൽ അവർക്ക് കഴിക്കാനുള്ളത് അതും പോയാലോ എന്നുള്ളൊരു ചിന്ത കാരണം, കൊതി കാരണം വെച്ചിരിക്കുക. പക്ഷേ സൂക്ഷ്മം എന്ന് പറയട്ടെ, ആ കുഞ്ഞുങ്ങളുടെ അമ്മ കയറി വന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു, "കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാലേ ശരിയാവത്തുള്ളൂ" എന്ന് പറഞ്ഞു. അവര് ഓരോ പാത്രം തുറന്നു നോക്കിയപ്പോ ഇതെല്ലാം കഞ്ഞിയാ. ഒരു പാത്രം മാറ്റി വെച്ചു. താഴത്തെ പാത്രം നോക്കി, അതും കഞ്ഞിയാ. അതും മാറ്റി വെച്ചു. ഇപ്പഴും ഞങ്ങളിങ്ങനെ ചങ്കത്ത് കൈ വെച്ചു, "കർത്താവേ, ഇതെന്തോ സംഭവം? ഇത് താഴോട്ട് 2, 3 പാത്രം അടുക്കി വെച്ചിട്ടുണ്ട് മേളിലോട്ട്. ഇത് താഴത്തേത്." പക്ഷെ സൂക്ഷ്മം അത് കണ്ടെത്തി. ചോറ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് കോരിയിട്ടോണ്ട് പോയി. ആമേൻ, സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ച സമയങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും കൃത്യം 6 മാസം ഞങ്ങൾ അതിനകത്ത് താമസിച്ചു. വലിയ വലിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചു. ഈ 6 മാസം ഞങ്ങള് താമസിക്കുമ്പോഴാണ് ഞങ്ങടെ ആഹ് ആ വീടിന്റെ അകത്ത് ഒരു ചെറിയൊരു കച്ചവടം നടക്കാനായിട്ട് വീട് കച്ചവടം ചെയ്തു. വലിയ തുകയൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് 5,00,000-ലധികം രൂപ കടമുണ്ട്. പക്ഷേ വളരെ കടത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രോപ്പർട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വളരെ തുച്ഛമായ പൈസയ്ക്ക് വിറ്റുപോയി. വിറ്റുപോയെന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല. ഈ പവർ ഓഫ് അറ്റോർണി കൊടുത്തവർക്ക് പൈസ കൊടുക്കാൻ പറ്റാഞ്ഞതിന്റെ പേരില് അവരുടെ പേരിലേക്ക് തന്നെ ഈ വീട് കുറച്ച് പൈസ മേടിച്ചിട്ട് എഴുതി കൊടുത്തു. ഏകദേശം ഒരു 3,10,00,000 15,00,000 രൂപ കിട്ടേണ്ട പ്രോപ്പർട്ടി ഞങ്ങൾ വിൽക്കുന്നത് 3,25,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിനകത്തുനിന്ന് കിട്ടിയ പൈസ അതുപോലെ നേരെ കൊണ്ടുപോയി കടം വീട്ടി. ബാങ്കിൽ കടം വീട്ടി. ബാങ്കിൽ നിന്ന് പ്രമാണം എടുത്തു. ഇവർക്ക് എഴുതി കൊടുത്തു. പിന്നെയും കടം കിടക്കുകയാണ് ഞങ്ങളുടെ മുമ്പില്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ വീട് വിറ്റ ഉടനെ ഇവിടുന്ന് ഇറങ്ങണം. അതായിരുന്നു ഇവരുമായിട്ടുള്ള അടുത്ത ക്ലോസ്. ഈ ഇപ്പൊ താമസിക്കുന്ന ഷെഡിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അടുത്ത് മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ സഭയിലുള്ള ഒരു വിശ്വാസി പറഞ്ഞു. അവര് ഞങ്ങളുടെ ചർച്ച അപ്പോഴത്തേക്ക് മാറി. ഇരവിപുരത്ത് ഞങ്ങളുടെ മെയിൻ ചർച്ചിലേക്ക് അവര് മാറ്റി. അപ്പം ആ ചർച്ചിലുള്ള ഒരു വിശ്വാസി അച്ചായൻ പറഞ്ഞു, "അച്ചായൻ, അവിടെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒരു കായലിന്റെ തീരത്തുള്ള ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കുടിയേറി പാർത്ത ഒരു സ്ഥലമാണ്. അതിനകത്ത് ഷെഡ് കെട്ടിയാണ് ഇവരെല്ലാം താമസിക്കുന്നത്." അപ്പം അവര് പറഞ്ഞു, ഇരവിപുരം എന്ന് വെച്ചാൽ കടപ്പുറം ഏരിയ ആണ്. അപ്പം അവര് പറഞ്ഞു, ആ ഒരു ഷെഡ് ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്. എന്റെ വൈഫും കുഞ്ഞുങ്ങളും എന്റെ കുടുംബ വീട്ടിലേക്ക് പോകും. അപ്പൊ ആ ഷെഡ് അവിടെ ഫ്രീ ആയി കാലിയായിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, "ഓക്കെ, ഫൈൻ." പക്ഷെ അതിനുള്ള പൈസ ഇല്ല. 25,000 രൂപയ്ക്ക് 2 സെന്റ് സ്ഥലം അടങ്ങുന്ന ഒരു ഷെഡ്, ഓലപ്പുരയാണ്. അത് ഞങ്ങളുടെ പേരിലേക്ക് എഴുതി തരികയാണ്. അപ്പം പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ അന്നേരം മേടിക്കാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ അമ്മാമ്മ ഞങ്ങളോട് പറഞ്ഞു, അമ്മ പറഞ്ഞു. അമ്മയുടെ അമ്മയും അവിടെ ഏകദേശം ഒരു വല്ലാത്ത പ്രയാസത്തിലായി. അമ്മയുടെ അമ്മ പറഞ്ഞു, "ഒരു കാര്യം ചെയ്യ്, ആ പൈസ ഞാൻ തരാമെന്ന്" പറഞ്ഞിട്ട് അമ്മച്ചി ആ പൈസ എവിടുന്നോ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് തന്ന്, ഞങ്ങൾ ആ വീടും വസ്തുവും ഞങ്ങൾ അവിടുന്ന് എഴുതിയതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഇരവിപുരം എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ആ സമയത്ത് താമസം മാറി. താമസം മാറി ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയത് വിറക് ഷെഡിലാണ്. അപ്പം ഈ വീട് വിറ്റപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫർണിച്ചറുകളെല്ലാം കിട്ടി. അപ്പൊ ഫർണിച്ചറുകളെല്ലാം ഞങ്ങൾ എടുത്തു. പാത്രങ്ങളൊക്കെ എല്ലാം എടുത്തു. അത്യാവശ്യം ഉള്ള കുറച്ച് പാത്രങ്ങളും കുറച്ചും കൂടെ ഫർണിച്ചറുകളും ഞങ്ങൾ വിറ്റിട്ട് പൈസ മേടിച്ച് ഇതെല്ലാം കൂടെ എടുത്ത് ഞങ്ങൾ നേരെ ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടോട്ട് ഞങ്ങൾ താമസം മാറി. അവിടെയാണ് ഞങ്ങളുടെ സഭയുള്ളത്. ഞങ്ങൾ അവിടുത്തെ IPC ഇരവിപുരം സഭ, കുണ്ട്ര സെന്ററിന്റെ കീഴിലുള്ള IPC ഇരവിപുരം സഭയിലെ മെമ്പേഴ്സ് ആണ് ഞങ്ങൾ. അപ്പം ആ സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറി. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഇപ്പൊ അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഓലപ്പുരയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിദ്യാഭ്യാസം നിൽക്കുന്നു. ഞങ്ങളുടെ ബാക്കി കടം നിൽക്കുന്നു. ആ ഓലപ്പുര ഒരുപാട് മോശമായതാണ്. അത് പുതുക്കി പണിയണം. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നതുകൊണ്ട് അന്ന് മുതൽ പിന്നെ അങ്ങോട്ട് കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദൈവത്തിനൊരു ഫേവറും ദൈവത്തിനൊരു കരുതലും. കാര്യം ഈ കഷ്ടതയുടെ ശോധനയുടെ നടുവില് ദൈവത്തെ വിട്ടു പോകാഞ്ഞതുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിന്നതുകൊണ്ട് ദൈവം പിന്നീട് ഞങ്ങളെ അങ്ങോട്ട് അനുഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഒരുപാടങ്ങ്
നന്മകളിലേക്കല്ല, എന്നാൽ ഒരു ചെറിയൊരു അനുഗ്രഹത്തിന്റെ ഒരു നിലയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നു. അപ്പനൊരു ഹോട്ടലിൽ പാചകക്കാരനായിട്ട് ജോലിക്ക് കയറി. അമ്മയും അമ്മച്ചിയും ജോലിക്ക് പോകും. ഞങ്ങൾ പഠിക്കാൻ പോകും. ഞങ്ങൾ ഏകദേശം ആ സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 9ാം ക്ലാസ്സിലേക്ക് കയറി. എന്റെ അനിയന് 8ാം ക്ലാസ്സിലേക്ക് കയറുന്നു. ആ ഒരു സമയമാണ്, പീരീഡാണ്. അപ്പം ആ ഒരു സമയത്ത് വെക്കേഷൻ വരുമ്പോ ഞാനും അനിയനും അത്യാവശ്യം ഞങ്ങക്ക് പോയി നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും കടകളിൽ പോയി ഞങ്ങളും ജോലി ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും കൂടെ വെച്ച് ഞങ്ങളുള്ള പഠിത്തവും അതുപോലെ വീടിന്റെ കടം തീർക്കണം. അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഒരുമിച്ചുള്ള കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു പിന്നീട് അങ്ങോട്ട്. അപ്പം അങ്ങനെ ഞങ്ങള് താമസിക്കുന്നിടത്ത് കിണറില്ലായിരുന്നു. ഞങ്ങളൊരു ചെറിയ കിണറൊക്കെ കുഴിച്ചു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ പീസ്ഫുള്ളി ആ വീട്ടിൽ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ദൈവം സ്ലോലി തന്നു. ഞങ്ങളിങ്ങനെ ആ വീട്ടിലാണ് ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പം അവിടെ നിന്നിട്ടാണ് ദൈവം പിന്നീട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ ഒരു സുനാമിയൊക്കെ അടിച്ചു കിടക്കുന്ന സമയമായിരുന്നു. സുനാമി എല്ലാം കഴിഞ്ഞ് കടപ്പുറത്ത് ഉള്ള ആളുകളുടെ എല്ലാം വീടുകളെല്ലാം പോയി. ഞങ്ങൾ കടപ്പുറത്തല്ല, ഞങ്ങൾ അതിനിപ്പുറത്ത് കുറച്ച് ഇങ്ങോട്ട് മാറി അഷ്ടമുടി കായലിന്റെ ഒരു തീരമുണ്ട്. അതിന്റെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ സുനാമിയിൽ വീട് പോയവരുടെയും ഈ കായലിന്റെ വികസന പദ്ധതിയായിട്ട് വരുമ്പോ ഇതിന് സൈഡിൽ താമസിക്കുന്നവരുടെയും കൂടെ വീട് പോകുന്നത് കൊണ്ട് അതൊരു ഒറ്റ പദ്ധതിയായിട്ട് ഒരു പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു. അവരൊരു 4 8 വീടടങ്ങുന്ന ഒരു ഫ്ലാറ്റ് പോലെ ഏകദേശം 125 ഫ്ലാറ്റ് ഒരു കോമ്പൗണ്ടിൽ വരുന്ന രീതിയിൽ അവരൊരു പണിതിട്ട് അതിൽ ഓരോ ഫ്ലാറ്റും ഓരോ കുടുംബത്തിന് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് കിട്ടി. ഞങ്ങൾ ആ ഫ്ലാറ്റിലേക്ക് ഓലപ്പുരേന്ന് ഞങ്ങൾ ആ ഫ്ലാറ്റിലേക്ക് മാറുക. ഈ ഓലപ്പുരേന്ന് ഫ്ലാറ്റിലേക്ക് മാറുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞു, +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു. പിന്നെ ഞാൻ ഐടിഐയിലേക്ക് ഞാൻ പഠിക്കാൻ കയറി. സർവേ മെയിൻ എടുത്ത് ഐടിഐ പഠിക്കാനായിട്ട്. ഐടിഐ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷം, 2ാമത്തെ വർഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം 6 വർഷത്തോളം ആവുമെന്ന് തോന്നുന്നു. അത് ആ ഒരു പീരീഡ് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി അനുവദിച്ച് കിട്ടുന്നതും ഞങ്ങൾ അങ്ങോട്ട് താമസത്തിന് മാറാനായിട്ട് നിൽക്കുന്നതും. അപ്പൊ ഈ ഗ്യാപ്പില് അമ്മച്ചി പറഞ്ഞു, മോനെ മക്കളെ, ഞാൻ എന്തായാലും ആ ഒരു കുടിൽ ആ ഒരു സെറ്റപ്പിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ വരത്തുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തു ഇനിയിപ്പം പെട്ടെന്ന് കാര്യങ്ങൾ പ്രോഗ്രസീവ് ആണ്, അപ്പൊ അമ്മച്ചി എങ്ങോട്ട് പോകും അറിയത്തില്ല. അപ്പൊ അമ്മച്ചി ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്, അമ്മച്ചി വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്റെ ഐടിഐ പഠനം കഴിഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി. അപ്പം അമ്മച്ചിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. +2 കഴിഞ്ഞിട്ട് ഐടിഐയിൽ ജോലിക്ക് പഠിക്കാൻ കയറുമ്പോൾ അമ്മച്ചിയാണ്, അമ്മച്ചിയുടെ ജോലിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്റെ ഫീസ് അടച്ച് അമ്മച്ചിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പം എന്റെ അനിയൻ ഒരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ സൈക്കിളിലൊക്കെയാണ് സ്കൂളിലൊക്കെ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൂരം ഉള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ജീവിക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, മോനെ ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എറണാകുളത്ത് ഒരു ജോലിയായി. ഞാൻ എറണാകുളത്ത് ജോലിക്ക് പോയി. എനിക്ക് ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടി. ഞാൻ അത് കൊണ്ടുവന്ന് അമ്മച്ചിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അമ്മച്ചി ഇതാണ് എന്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞ് കൊടുത്തു. സന്തോഷമായി. എന്നാല് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മച്ചിക്ക് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ഞങ്ങള് ആശുപത്രിയിൽ കൊണ്ടുപോയി. സഡൻ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അമ്മച്ചി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതൊരു വല്ലാത്തൊരു പ്രയാസമായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. അത് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അമ്മച്ചി പറഞ്ഞത് അതായിരുന്നു, അടുത്തൊരു വീട്ടിലേക്ക് അമ്മച്ചി വരത്തില്ലെന്ന് പറഞ്ഞു. ആ ഒരു ഗ്യാപ്പില് അമ്മച്ചി ഞങ്ങളോടൊപ്പം എന്റെ കയ്യിൽ കിടന്ന് തന്നെയാണ് അമ്മച്ചി മരിക്കുന്നത്. അമ്മച്ചിയും ഞാനും വളരെ നല്ല ബന്ധമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. അമ്മച്ചി എന്റെ കയ്യിലിരുന്ന് തന്നെയാണ്, ഞാനാണ് കൊണ്ടുപോകുന്നത് ആശുപത്രിയിലോട്ട്. അമ്മച്ചി പെട്ടെന്ന് മരിച്ചു. ഞാന് ആ സമയത്ത് പിന്നെ അമ്മച്ചിയുടെ മകൻ അമ്മച്ചിയുടെ ബോഡി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളത് കൊടുത്തു. അവരുടേതായ ആചാരപ്രകാരം അവര് ചെയ്തു. ഞങ്ങള് ആ ഒരു സമയത്ത് ഞങ്ങളുടെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. പെട്ടെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങൾക്ക് താക്കോല് കിട്ടി. ഞങ്ങൾ ആ പ്രോപ്പർട്ടിയിലേക്ക് താമസം മാറി. ഈ സമയത്ത് ഞാൻ 1 വർഷത്തോളം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തു. സർവേയർ ആയിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ കോളിംഗ് എനിക്കുണ്ട്. ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു കോളിംഗ് ഉണ്ട്. അപ്പൊ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാൻ വളരെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ 3 മാസം ട്രെയിനി ആയിട്ട് കയറി. ഞാൻ 1.5 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ടീമിന്റെ ഹെഡ് ആയിട്ട് അപ്പോയിന്റ് ആയി. അപ്പൊ എന്റെ സർവേ ഫീൽഡാണ്. സർവേയർ ആണ് ഞാന്. അപ്പം എനിക്കുള്ള മെയിൻ ജോലി എന്ന് പറയുന്നത് എല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡുകളാണ്. വലിയ വലിയ ഫ്ലാറ്റുകളുടെ കൺസ്ട്രക്ഷൻ ഫീൽഡുകളിൽ പോവുക, അവിടുത്തെ പ്ലാനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പൈലിങ്ങിന് വേണ്ടുന്ന പോയിന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ
ഞാൻ അവിടെ ചെന്ന് ഞാൻ ഏകദേശം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആ ജോലിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പം ആ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴത്തേനും ഞാൻ ആ ജോലിയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും മുമ്പോട്ട് ആ ജോലി കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ജോലിയിലുണ്ടായി. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണിത്? കാര്യം നല്ല നല്ല കമ്പനികളുടെ ക്ലയന്റ് ആയിരുന്നു ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നല്ല ക്ലയന്റുകൾ ഉണ്ടായിരുന്നു. സ്കൈലൈൻ ഗ്രൂപ്പ്, കോൺഫിഡന്റ് ഗ്രൂപ്പ്, ഇവരുടെയൊക്കെയും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞാനാണ് മെയിൻ ആയിട്ട് പോകാറുള്ളത്. ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ മാനേജർ, എന്റെ സാറിനും ഭയങ്കര കാര്യമാണ്. കാര്യം എനിക്ക് അത്രയും ടാലന്റ് ഉണ്ടെന്നുള്ളത് വെച്ചതുകൊണ്ട് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു അത്. പക്ഷെ എനിക്ക് ആ ജോലി അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ ഹിതമാണെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാൻ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതല്ലേ, സമയമായെങ്കിൽ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ +2 പഠിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു, +2 കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് അമ്മച്ചിയുടെ മരണം വരുന്നത്. അപ്പം പിന്നെ ജോലിക്ക് പോകാനുള്ള ജോലിക്ക് കയറിയപ്പോഴാണ് അമ്മച്ചിയുടെ മരണം വരുന്നത്. അപ്പൊ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ ഞാൻ കുറച്ചാൾ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ ഞാൻ കുറച്ചാൾ ജോലി ചെയ്യട്ടെ, ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന് സമയമായെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ നേരെ തിരിച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് അടുത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കൈലൈൻ ഗ്രൂപ്പിൽ അവരുമായിട്ടൊക്കെ അവിടുത്തെ മാനേജേഴ്സൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള സ്കൈലൈൻ ഗ്രൂപ്പിലേക്ക് ഞാനൊരു അപേക്ഷ കൊടുക്കാനായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് കൊല്ലം ICPFന്റെ ഭാഗമാണ് ഞാൻ ആ സമയത്തൊക്കെ. ഞാൻ 2007 മുതൽ കൊല്ലം ICPFന്റെ സ്റ്റുഡന്റ് ലീഡറായിട്ട് ഭാഗമായിട്ട് പഠിക്കുന്ന സമയത്തുണ്ട്. അപ്പം കൊല്ലം ICPF ആദ്യമായിട്ട് ഞങ്ങളൊരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തു മധുരയ്ക്ക് പോകാനായിട്ട്. മധുരയിൽ ഞങ്ങൾ മിഷൻ ട്രിപ്പിന് പോയപ്പോൾ അവിടെ വെച്ചുള്ള ആ ഒരു കോൺവെർസേഷൻ, അവിടെ വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണ്, പഠിച്ചു ജോലി കാര്യങ്ങളെല്ലാം ദൈവം തന്നു. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ഞാൻ തിരിച്ച് വീട്ടിൽ ഈ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വീട്ടിൽ അപ്പനോടും അമ്മയും പെർമിഷൻ തരുവാണെങ്കിൽ ഞാൻ ഇതിന്റെ വേലയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു രീതി ഞാൻ വെച്ചതാണ്, ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ, ഞാനും അനിയനും ഉണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ വീടിന്റെ ഡോർ തുറക്കുന്നത് അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം. അമ്മ വീടിന്റെ ഡോർ തുറക്കണം. അപ്പൻ ഞാൻ കാര്യം അവതരിപ്പിക്കും. അതിന് അപ്പൻ പെർമിഷൻ തരണം. ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം എക്സാക്ട്ലി വീട്ടിലേക്ക് കയറുമ്പോൾ ഡോർ തുറക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഡോർ തുറക്കുന്നത് അമ്മയാണ്. അത് കറക്റ്റായിട്ട് സംഭവിച്ചു. അമ്മ ഡോർ തുറന്നപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞു, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പോവുകയാണ്, ദൈവത്തിന്റെ ഒരു കോളിംഗ് ഉണ്ട്, ഞാൻ പോയി ബൈബിൾ കോളേജിൽ പോകാന്ന് പറഞ്ഞു. അപ്പൻ അകത്ത് കിടക്കുകയാണ്. അപ്പൻ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പൊക്കോ, നിങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എനിക്ക് കോൺഫിഡൻസ് ആയി. ഞാൻ എന്റെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനം എടുത്തു, എനിക്ക് പെട്ടെന്ന് ഒരു ക്രമീകരണങ്ങൾ വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു. നേരെ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ എനിക്ക് അതിനുള്ള അഡ്മിഷന്റെ പ്രോസസ്സ് നടന്നു. ഞാൻ അവിടെ പഠിക്കാനായിട്ട് 2013 ഞാൻ അവിടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നു. IPC കോട്ടയം IPC തിയോളജി സെമിനാരിൽ ബാച്ചലർ ഓഫ് തിയോളജിക്ക് ഞാൻ അഡ്മിഷൻ എടുത്തു. 13 മുതൽ 17 ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. 4 വർഷം ഞാൻ ആ ബൈബിൾ കോളേജിൽ പഠിച്ചു. എല്ലാം നന്മകൾ ദൈവം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാര്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ജോലിയെല്ലാം കളഞ്ഞിട്ട് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ കയറുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. സാമ്പത്തികമായിട്ട് അപ്പനും അമ്മയ്ക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരുടെയും ജീവിതാനുഭവമാണ്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ജീവിതാനുഭവമാണ്. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിന് നടുവിൽ എല്ലാവരെയും പോലെ ഞാനും ഇരുന്നു. ഞങ്ങള് പല ദേവദാസന്മാരും എന്നെ കളിയാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത പല ദേവദാസന്മാരുണ്ട്. ഞാൻ ഈ തീരുമാനം എടുത്തതിന് സപ്പോർട്ട് ചെയ്യാത്ത പല ദേവദാസന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഞാൻ ആദ്യം എടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും, എപ്പോഴും അപ്പനോടും അമ്മയോടും ബാങ്കിൽ പൈസ ഇടാൻ പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു നേരം പോലും അപ്പനോടും അമ്മയോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് കൃത്യമായിട്ട് 4 വർഷത്തിൽ ഒരു സമയം പോലും എന്റെ ഫീസ് മുടങ്ങി പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ അവിടുന്ന് ഫീസ് അടച്ച് പഠിച്ച് 4 വർഷം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആ ഗ്രാജുവേഷൻ എടുത്തു. ഗ്രാജുവേഷൻ എടുത്ത് ഇറങ്ങുമ്പോഴുള്ള അടുത്ത ചോദ്യം, ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് എവിടോട്ട് പോകുമെന്ന കാര്യം. ഞങ്ങളുടെ സെമിനാരി സമയത്ത് പലയിടത്ത് പഞ്ചാബിൽ പോയിട്ടുണ്ട്, UP പോയിട്ടുണ്ട്, ബീഹാറിൽ പോയിട്ടുണ്ട്, ഹിമാചലിൽ പോയിട്ടുണ്ട്, പലയിടത്തും തമിഴ്നാട്ടിൽ പലയിടത്തും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ പഠിച്ചിറങ്ങുമ്പോൾ അടുത്ത ചോദ്യം, മിനിസ്ട്രിക്ക് അങ്ങോട്ട് പോകുന്ന ദൈവത്തോട് ചോദിച്ചു. ദൈവം കൃത്യമായിട്ട് ഞാനൊരു സ്ക്രീനിൽ കാണുന്ന പോലെ രാത്രി ഒരു ദർശനം ദൈവം എനിക്ക് തന്നു. ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നതും ജമ്മു കാശ്മീരിലേക്ക് പോകുന്നതും അവിടെ എന്നെ റിസീവ് ചെയ്തൊരു ദേവദാസനും ആ സമയത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ആ ദേവദാസനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നതും, അതിനുശേഷം ഞാൻ മിനിസ്റ്റർ ചെയ്യേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സ്കൂൾ വിട്ട് കുറെ കുഞ്ഞുങ്ങൾ വരുന്നതും അവരുടെ യൂണിഫോമിന്റെ കളറും ഇതെല്ലാം കൃത്യമായിട്ട് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ കണ്ടു.
ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പെട്ടെന്ന് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നു രാജസ്ഥാനിലേക്ക് പോകാൻ. പക്ഷെ ദൈവാത്മാവ് എനിക്കൊരു പേരും തന്നായിരുന്നു. സ്ഥലത്തിന്റെ പേരും തന്നായിരുന്നു. അപ്പൊ രാജസ്ഥാനിലേക്ക് പോകാമെന്ന് ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എന്റെ സുഹൃത്തോടൊപ്പം പോകാന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. കാര്യം രാജസ്ഥാനിലും ഈ സ്ഥലപ്പേരുണ്ട്. ഞാൻ ഓർത്തു ഒരുപക്ഷെ ഇനിയിപ്പം അവൻ പോകുന്ന ആ സ്ഥലത്തേക്കാ. ഞാൻ ഓർത്തു ഓക്കെ ഫൈൻ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഞാൻ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് എനിക്ക് ഭയങ്കര ഡിഫറന്റ് ഒരു ഡിഫിക്കൽട്ടി തോന്നി. ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ? ടിക്കറ്റ് എടുത്തത് തെറ്റായി പോയോ എന്ന് പകുതിക്ക് വെച്ച്. അന്നേരം തന്നെ എനിക്ക് ഫോൺ കോൾ വന്നു എന്റെ സെമിനാരിന്ന്. "സനുവേ ജമ്മു കാശ്മീരിൽ പോകാനായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞില്ലേ? നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സനു പോന്നോന്ന് ചോദിച്ചു." അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, കർത്താവേ! ജമ്മു കാശ്മീരിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് നേരെ പോയി എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഞാൻ ജമ്മു കാശ്മീരിലേക്ക് പോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു മിഷണറി ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ അവിടെ ഷമു സാറിന്റെ അടുത്ത് പോയി ഇന്റർവ്യൂ എടുത്തു. അവിടുന്ന് ഞാൻ നേരെ പോകുന്നത് ജമ്മു കാശ്മീരിലേക്ക്. അതുവരെ എനിക്ക് ട്രോളിയോ പെട്ടിയോ ഒന്നുമില്ല എന്റേല്. പക്ഷെ ഞാൻ ദർശനം കണ്ടത് ഒരു ട്രോളി ആയിട്ട് പോകുന്നതായിട്ടാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് എറണാകുളത്ത് ഒരു മീറ്റിംഗ് വന്നു. എന്റെ സുഹൃത്തിന്റെ ഒരു മീറ്റിംഗിന് വിളിച്ചു. ഞാൻ ആ മീറ്റിംഗിന് പോയി. ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോ അവൻ എന്നോട് പറഞ്ഞു, "സനുവേ നീ പോവല്ലേ?" നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അവൻ എന്നോട് പറഞ്ഞു, "സനുവേ നീ പോവല്ലേ? നിനക്ക് ഞാനൊരു ട്രോളി മേടിച്ചു തരാന്ന് പറഞ്ഞു." എന്റെ ഒരു ആഗ്രഹം. എനിക്ക് ഉള്ളിൽ അങ്ങനെ തോന്നുന്നു. അതുവരെ എന്റെ കയ്യിൽ ട്രോളി ഒന്നുമില്ല. ഞാൻ ഈ ട്രോളിയും കൊണ്ട് പോകുന്നതായിട്ടാണ് ഞാൻ ദർശനം കണ്ടത്. അപ്പം ട്രോളി മേടിച്ചു തരാന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒരു കടയിൽ കൊണ്ടുപോയി. അവരുടെ തന്നെ ചർച്ചിലെ ഒരു വിശ്വാസിയുടെ കടയാണ്. ആ വിശ്വാസി പറഞ്ഞു, ഏറ്റവും ബെസ്റ്റ് ഒരു ട്രോളി എടുത്ത് എന്റെ തന്നിട്ട് പറഞ്ഞു, "ഇത് എന്റെ ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞു." അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞില്ല, ഞാൻ മേടിച്ചില്ല, ഇത് എന്റെ ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ട്രോളി ഫ്രീ ആയിട്ട് തന്നു. അപ്പൊ ആ ട്രോളിയും കൊണ്ടാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിൽ വരുന്നത്. പാക്ക് ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി ഞാൻ നേരെ ജമ്മു കാശ്മീരിൽ എനിക്ക് പരിചയമുള്ള ഒരു ദേവാസ്വനുണ്ട്. അദ്ദേഹം ഈ സെയിം ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ അടുത്താണ് ചെല്ലുന്നത്. അപ്പം ഞാൻ ഓക്കെ, എല്ലാം യാത്രയെല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ ദർശനം കണ്ട പോലെ ഞാൻ ചെന്ന് ഇറങ്ങുമ്പോ എനിക്കറിയത്തില്ല ജമ്മു കാശ്മീരിന്റെ അവസ്ഥ എന്തുവാന്ന്. ഞാൻ ചെന്ന് ഇറങ്ങുമ്പോ ഈ ദേവദാസിനെ വിളിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മൊബൈലിൽ നെറ്റ്വർക്ക് ഇല്ല. അന്നാ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും രണ്ട് രാജ്യം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയില് ജമ്മു കാശ്മീരിലേക്ക് കയറുമ്പോൾ നമ്മുടെ മൊബൈൽ ടവർ വർക്ക് ആവത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവാത്മാവ് കാണിച്ച ദർശനം ഇതാ. അപ്പം അവിടെ നിന്ന് ഈ ദേവാസൻ എനിക്കറിയാം ഇറങ്ങേണ്ട സ്ഥലത്ത് ഞാൻ ഇറങ്ങി നിന്നു. ദേവാസൻ വന്ന് എന്നെ കണ്ടുപിടിച്ചു. അവരെന്നെ കൊണ്ടുപോയി. ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ അവരോടൊപ്പം ആ പട്ടണത്തില് പലയിടത്തായിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് എനിക്ക് അവര് തന്നിരുന്ന സ്ഥലമുണ്ട്. ഏജിക്കാരെന്നെ ഏൽപ്പിച്ചൊരു സ്ഥലമുണ്ട്. പക്ഷെ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അപ്പൊ എന്നോട് ദേവസ്വം പറഞ്ഞു, "സനുവേ നീ ഇരുന്ന് പ്രാർത്ഥിക്ക്. നിന്നെ എങ്ങോട്ടാ ദൈവം വിടുന്നേന്ന്." അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇങ്ങനൊരു പേര് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നൊരു പേര് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പേര് വെച്ചിട്ട് ഞാൻ തപ്പാൻ തുടങ്ങി. ജമ്മു കാശ്മീരിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഞാൻ തപ്പി 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 ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിടയിൽ ഫോണിൽ ഇങ്ങനെ ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുക. തപ്പി തപ്പി ഞാൻ വന്നപ്പോ ഡോഡ ഡിസ്ട്രിക്റ്റില് ഡോഡ പട്ടണത്തിന് ഉള്ളില് 3ാമത്തെ വില്ലേജിന്റെ പേരാണ് ഈ പേര്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, റെഡി. ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ഡോഡ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ എല്ലാരും ഞെട്ടി. ഡോഡ ഡിസ്ട്രിക്റ്റോ? അയ്യോ! കാര്യം അവിടെ ഓൾറെഡി പല മിഷണറിമാരും പോയി അടി കിട്ടിയിട്ട് പോകുന്ന സ്ഥലമാണ്. അത് വളരെ ചെറിയൊരു പട്ടണമാണ്. പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു പട്ടണമാണ്. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് എല്ലാവരും പറഞ്ഞു, "നീ പോകാൻ റെഡിയാണോ?" ഞാൻ പറഞ്ഞു, "ഞാൻ റെഡിയാണ്. നമുക്കൊന്ന് പോയി സ്ഥലമൊക്കെ കണ്ടിട്ട് വരാമെന്ന്" പറഞ്ഞ് ഞങ്ങൾ 2 ദേവാസ്വന്മാരും കൂടെ ചേർന്ന് ഞങ്ങൾ 3 പേരുടെ പോയി സ്ഥലം കാണാനായിട്ട് പോയി. പട്ടണം എല്ലാം ചുറ്റിക്കറങ്ങി. അപ്പൊ വീട് വേണ്ടിയിട്ട് അന്വേഷിച്ചു. അപ്പം ഞങ്ങള് വിശ്വാസികള് പാസ്റ്റർ എന്ന നിലയിലല്ല, സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഒരു വീടൊക്കെ അന്വേഷിച്ചു. അങ്ങനെയൊക്കെ എല്ലാം സംസാരിച്ച് തിരിച്ച് ഞങ്ങൾ ആ പട്ടണത്തിലേക്ക് കയറി വരുമ്പോ എന്റെ കൂട്ടത്തിൽ വന്ന ദേവാസനോട് ചോദിച്ചു, "സനുവേ റെഡിയാണോ ഇവിടെ വരാനായിട്ട്? മിനിസ്റ്ററെ ദൂരമാണ്. ഞങ്ങൾ ആരും അടുത്തില്ല. ബട്ട് ഓടി വരാൻ പറ്റത്തില്ല. ഏകദേശം 10, 150 കിലോമീറ്റർ ഉണ്ട്. 5-6 മണിക്കൂർ എടുക്കും. റോഡ് മോശമാണ്. നീ റെഡിയാണോ?" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "പക്ഷേ ഞാൻ റെഡിയാണോ എന്നുള്ളത് ഞാനിങ്ങനെ പറയാൻ തുടങ്ങുമ്പോ ഞാൻ ദർശനത്തിൽ കണ്ട അടുത്തൊരു സംഭവം അവിടെ കാണുകയാണ്. സ്കൂള് വിട്ട് പിള്ളേര് വരുന്നു. അവരുടെ യൂണിഫോമിന്റെ കളർ ദൈവം കാണിച്ച കളർ. ഞാൻ അന്നേരം പറഞ്ഞു, "പാസ്റ്ററെ ഫിക്സ്. ഇത് ദൈവത്തിന്റെ കരുതലാണ്. ഞാൻ ഇവിടെ തന്നെയാണ് ദൈവം എന്നെ അയക്കുന്നതെന്ന്" പറഞ്ഞു. ഞാൻ അങ്ങനെ പിന്നെ തിരിച്ചുപോയി വീടിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ട് തിരിച്ചുപോയി. ഞാന് അവിടെയുള്ള പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ദേവദാസന്മാരെല്ലാം കൂടെ എന്നെ വിടാനായിട്ട് 2 ദേവദാസന്മാര് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വണ്ടിക്കകത്ത് വെച്ച് അവരെന്നെ കൊണ്ടുവിടാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. അപ്പൊ അവിടെ ഒരു ദേവദാസൻ ഒരു സ്കൂൾ നടത്തുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. സാമ്പയിൽ സ്കൂൾ നടത്തുന്ന ഒരു പാസ്റ്റർ ഉണ്ട്.
അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ എർട്ടിക ഉണ്ട്, അദ്ദേഹം ആ വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് പ്രത്യേക സാധനങ്ങൾ കയറും, നിങ്ങൾ മൂന്നുപേരുടെ പോകാൻ പറഞ്ഞു. ആ എർട്ടികയിൽ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ള രീതിയിൽ ഞങ്ങൾ രാവിലെ വിളിച്ചപ്പം പാസ്റ്റർ പറയാ എർട്ടിക സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല പുതിയ വണ്ടി, ഒരു കുഴപ്പമില്ല, എർട്ടിക സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ വന്നപ്പം എർട്ടികയിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങള് അവിടെയുള്ള ഒരു പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ വണ്ടിക്ക് പോകാൻ പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പം അതും സ്റ്റാർട്ട് ആവുന്നില്ല. അത് സ്റ്റാർട്ട് ആവും, ഞങ്ങൾ മാക്സിമം കുറെ നേരം തള്ളി ഓടിച്ചൊക്കെ നോക്കി, അതും സ്റ്റാർട്ട് ആവുന്നില്ല. അവസാനം എന്റെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരു പാസ്റ്റർ നാനോ കാറിനകത്ത് സാധനങ്ങളെല്ലാം ഇടിച്ചു കയറ്റി വെച്ച് അതിനകത്ത് ചെറിയൊരു ഗ്യാപ്പിൽ എന്നെ ഇരുത്തി അകത്തോട് ഞാൻ വലിഞ്ഞു, ഡോർ വലിച്ചടച്ചു. എനിക്ക് ഫ്രണ്ടും കാണത്തില്ല, ബാക്കും കാണത്തില്ല, സൈഡും കാണത്തില്ല, ഫുള്ള് നടുക്കെല്ലാ സാധനമാണ്. ഗ്യാസ് കുറ്റി എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഫ്രണ്ടിൽ പാത്രങ്ങളും വെച്ച് ഒരു പാസ്റ്റർ ഇരിപ്പുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന പാസ്റ്റർ കയ്യിലും അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ആ പട്ടണത്തിലേക്ക് പോകുന്നത്. അന്ന് വരെ ജമ്മു കാശ്മീരിൽ ഉണ്ടാവാത്ത ഒരു ബ്ലോക്കിൽ ഞങ്ങൾ പെട്ട്. ഞങ്ങൾക്ക് ഉദംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഡോഡ ഡിസ്ട്രിക്റ്റ് ചെല്ലേണ്ടവരാണ്. പക്ഷെ ഭയങ്കര തടസ്സമായിരുന്നു, ആ ദേശത്തിലേക്കുള്ള യാത്ര ഭയങ്കര തടസ്സമായിരുന്നു. അപ്പൊ മനസ്സിലായി ഇതിനകത്ത് പിശാച് വളരെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ് പോവുക എന്നുള്ളത്, പക്ഷെ ഭയങ്കര തടസ്സം കാണുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്തു. ഒരു വൈകുന്നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചെന്നു, ലഞ്ചാക്കിയത്. അവിടുന്ന് ഞങ്ങൾ പിന്നീട് ഡോഡ ഡിസ്ട്രിക്റ്റിൽ പോയി. അവിടെ അവരെന്നെ ആക്കിയിട്ട് അവരവിടെ തിരിച്ചു പോയി. ഏകദേശം 2 വർഷത്തോളം അവിടെ അവിടെ നിൽക്കുമ്പോഴാണ് എന്റെ കല്യാണത്തിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പം ഞാൻ കല്യാണം നടക്കുന്നത് വളരെ അത്ഭുതമാണ്. ഞാൻ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞ് പാസ്റ്റർമാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേന് പലരും എന്നോട് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടാണ് കല്യാണം ആലോചിക്കേണ്ടത്? എന്നോട് ചോദിച്ച ചോദ്യാ, നിനക്ക് പ്രോപ്പറായിട്ടൊരു സഭയുണ്ടോ? ഇല്ല. വിശ്വാസികളുണ്ടോ? ഇല്ല. നീ ഒരു മിഷണറി ആയിട്ട് അവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ, എന്ത് കാര്യമാണ് അത്? പറഞ്ഞ ദേവാസന്മാരുടെ ആരെയും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ട്. പക്ഷെ ആ ഒരു ചോദ്യം എന്റെ നേരെ വന്നത്, എന്ത് പറഞ്ഞിട്ടാണ്? നിനക്ക് വസ്തുവുണ്ടോ, വീടുണ്ടോ, നല്ല സൗകര്യത്തിലാണോ നീ താമസിക്കുന്നത്? ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കർത്താവെ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഈ സാഹചര്യത്തിൽ താമസിക്കാനായിട്ട് ഇടയാക്കിയത് അങ്ങാണ്. ഒറ്റ കാര്യമുള്ളൂ, സാഹചര്യം മാറാൻ ഇടയാകരുത്. ഈ സാഹചര്യത്തിനകത്തു നിന്ന് ദൈവപ്രവൃത്തി കാണണം. സാഹചര്യം മാറിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ഇതിലേക്ക് പോകരുത്. ഞാൻ പറഞ്ഞു, ഇതേ സാഹചര്യത്തിനകത്ത് ഇതേ വീട്ടിൽ നിന്നുകൊണ്ട് എന്റെ കല്യാണം നടക്കണം. അത് മനോഹരമായിട്ട് രീതിയിൽ നടക്കണം, അനുഗ്രഹമായ രീതിയിൽ നടക്കണം. പ്രാർത്ഥിച്ചു. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആ സുഹൃത്തുക്കളോടെല്ലാം ഷെയർ ചെയ്തു. അതിലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട്, അപ്പനും അമ്മയൊന്നും ഇല്ലാത്തയാണ്, താമസിക്കുന്നത് ചിങ്ങവനത്ത് ന്യൂ ഇന്ത്യ ചസഗോഡിന്റെ മറിയാമ്മേന്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മിഷൻ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണെങ്കിൽ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കണക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയി. അങ്ങനെയാണ് എന്റെ വിവാഹം ഉറപ്പിക്കുന്നത്, സൗമ്യയുമായിട്ടുള്ള എന്റെ വിവാഹം ഉറപ്പിക്കുന്നത്. സൗമ്യ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് 10ാമത്തെ വയസ്സ് നഷ്ടപ്പെട്ട്, പിന്നെ മറിയാമ്മ ആന്റി, ന്യൂ ഇന്ത്യ ചസഗോഡിന്റെ മറിയാമ്മ ആന്റി തമ്പിച്ചാനും കൂടാണ് അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെയാണ് പിന്നെ സൗമ്യ ജീവിച്ചതും വളരുന്നതും. അവരുടെ ഒരു വളർത്തുമകളായിട്ട് അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ കല്യാണം അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി. എന്റെ വിശ്വാസി കൊണ്ടുവന്ന് പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെയാണ് ഒരു കല്യാണാലോചന വന്നിട്ട് നമുക്കൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും പോയില്ല. ഞാനും അപ്പനും അമ്മയും അനിയനും ഈ പാസ്റ്ററുമായിട്ടാണ് ഞങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നത്. ഡിസംബർ 29 തീയതി 2017 ഡിസംബർ 29 തീയതി ഞങ്ങൾ കല്യാണം ഉറപ്പിക്കാനായിട്ട് പെണ്ണ് കാണാൻ പോയി. ഈ വീട്ടിലേക്ക്, തമ്പിച്ചാന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അവരെല്ലാം കൂടി ഇരുന്ന്, ഞാൻ എപ്പോഴും പറയും, കയറി ചെല്ലാൻ ഒരു ശ്രേഷ്ഠതയും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോവുക. ആ വീട്ടിനകത്ത് ഞങ്ങൾ കയറി ചെന്ന് അവിടെ ഇരുന്ന് തമ്പിച്ചാന്റെ മൂത്ത മകള് ബിനിയാന്റിയാണ് സൗമ്യയുടെ മാതാവായിട്ട് നിൽക്കുന്നത്. ഷുബിച്ചാനാണ് പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഗാർഡിയൻസ് ആയിട്ട് അവരാ നിൽക്കുന്നത്. അവരെല്ലാം കൂടി ഇരുന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് കല്യാണം പെണ്ണ് കണ്ടു, കല്യാണം ആലോചിച്ചു. അവര് തിരിച്ച് ചെറുക്കന്റെ വീട്ടിലോട്ട് വരുന്ന ഒരു രീതിയുണ്ട്. അപ്പം അവര് വീട്ടിലോട്ട് വരാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾ ചർച്ചിലെ പാസ്വേഡൊക്കെ പറഞ്ഞു, പലരോടും പറഞ്ഞു ഇതുപോലെ ഇവര് വരുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാരും ഞെട്ടി. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ഫൗണ്ടർ ആയിരിക്കുന്ന ഒരു ആന്റി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നെന്നോ? അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞു, അതെ, അതാണ് സംഭവം. ആ ആന്റിയും ബിനി ആന്റിയും അവരുടെ അത്യാവശ്യം റിലേറ്റീവ്സ് എല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടില് ആ ഫ്ലാറ്റിൽ, ആ ചെറിയ ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വന്നു. അവരുടെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. എല്ലാവർക്കും അതിശയമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ സാഹചര്യം മാറിയില്ല, വീട് മാറിയില്ല. അതേ വീട്ടിനകത്ത് അതേ സാഹചര്യത്തില് ആളുകളുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ട്, മനുഷ്യന്റെ സകല ചിന്തകൾക്കും അപ്പുറമായിട്ട് വളരെ അനുഗ്രഹമായ നിലയിൽ ഞങ്ങളുടെ വിവാഹം കാര്യങ്ങൾ ക്രമീകരിച്ചു. എൻഗേജ്മെന്റ് നടത്തിയത് തമ്പിച്ചാന.
അപ്പച്ചന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് സൗമ്യയുടെ വൈഫ്. അപ്പം അപ്പച്ചന് കല്യാണം നടത്തുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് IPC സൈഡ് ആയതുകൊണ്ട് ചെറുക്കന്റെ ഭാഗത്തുനിന്ന് കല്യാണം നടത്തുന്നുണ്ട് അപ്പച്ചന് അത് പറ്റത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് എൻഗേജ്മെന്റ് ചിങ്ങവനത്തെ വീട്ടിൽ വെച്ചാണ് നടന്നത്. അവിടെ വെച്ച് അപ്പച്ചൻ അത് നടത്തിയത് ഒരു മിനി കല്യാണമായിട്ടാണ് നടത്തിയത്. അപ്പച്ചന്റെ ആഗ്രഹം പോലെ അപ്പച്ചൻ ഒരു മിനി കല്യാണമായിട്ടാണ് നടത്തിയത്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പച്ചനെ കൊണ്ട് കല്യാണം നടത്തിക്കൊണ്ട്. പക്ഷെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ പലതും മോശമായിരുന്നുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഞങ്ങളുടെ കല്യാണം അങ്ങനെ 2018 മാർച്ചിൽ ഞങ്ങളുടെ കല്യാണം നടന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചു വന്നു. ഏകദേശം 6 മാസം ഞങ്ങൾ പിന്നെ അവിടെ മിനിസ്റ്റർ ചെയ്തു. അവിടെ വരുമ്പോൾ തന്നെ ദൈവാത്മാവ് ഞങ്ങളോട് ആലോചന പറഞ്ഞു 6 മാസത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ 6 മാസത്തിനകത്ത് ഒരു വ്യത്യാസം വരുമ്പോൾ ഇതിനിടയ്ക്ക് വൈഫ് ക്യാരിങ് ആയി. അത് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് ജമ്മുവിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നുകൊണ്ട് യാത്രക്കിടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അബോർഷൻ ആയി പോയി. അങ്ങനെ തിരിച്ചും കയറി വരുമ്പോൾ അതൊരു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു കയറി വരുമ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ ഒരു വലിയ 1-2 ആക്സിഡന്റ് ഫേസ് ടു ഫേസ് അടുപ്പിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു കംപ്ലീറ്റ് ഒരു 3 മാസം റെസ്റ്റ് ആയിരുന്നു വൈഫ്. അവിടെ വന്നു ഒരു അടുത്തൊരു ക്യാരിങ്ങിന്റെ സമയം ആയപ്പോഴത്തേന് ദൈവാത്മാവ് പറഞ്ഞു ഇവിടുന്ന് പോകാൻ ഉള്ള സമയമായെന്ന് പറഞ്ഞു. പക്ഷെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന നല്ലൊരു പ്രസ്ഥാനത്തിൽ അത്യാവശ്യം നല്ല നിലയിൽ നിൽക്കുമ്പോൾ, നല്ല സപ്പോർട്ടോടുകൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്, ദൈവം തന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് വിഷൻ തന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് പറയാണ് ടൈം കഴിഞ്ഞു, മാറിക്കോളാൻ പറഞ്ഞു, മൂവ് ആകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മാനുഷ്യപരമായിട്ട് ചിന്തിച്ചു നോ, പറ്റത്തില്ല എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് എന്നെ പല ദേവസ്വന്മാരും പറഞ്ഞു അത് തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. എന്റെ പേരൻസ് പറഞ്ഞു തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ കൃത്യം ദൈവാത്മാവ് വളരെ വളരെ കൃത്യമായിട്ട് എന്നോട് പല രീതിയിൽ ആലോചന പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. അവിടെ തന്നെ നിന്നു. അപ്പൊ ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്റെ സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു. വൈഫ് 3 മാസം ക്യാരിങ് ആണ്. വൈഫിനെ ഞാൻ നാട്ടിൽ കൊണ്ടുവിട്ടു, തിരിച്ചു വന്നു. ഞാൻ ആ കൊടും തണുപ്പത്ത് കിടക്കുമ്പോഴാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്റെ സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്. ദൈവം എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഏകദേശം 6 മാസം ഞാൻ ആ ദേശത്ത് കിടന്നു, ഒരു സപ്പോർട്ടും ഇല്ലാതെ. വാടക കൊടുക്കാൻ പൈസ ഇല്ല, സപ്പോർട്ട് ഇല്ല. എന്റെ വൈഫ് നാട്ടിൽ ക്യാരിങ് ആണ്. അവളുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഡെലിവറിയുടെ സമയം വരുന്നു. ആകപ്പാട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ പെട്ടെന്ന് ഞാൻ തീരുമാനം പറഞ്ഞു, കർത്താവേ ഞാൻ റെഡിയാണ് പോകാനായിട്ട്. ദൈവത്തിന്റെ ഹിതം എന്തോ അതിനനുസരിച്ച് ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വരുമ്പോ വൈഫിന് ഡെലിവറിയിലൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ICPF-ലേക്ക് ഞാനിങ്ങനെ ICPF-ലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ തീരുമാനം. ദൈവം അങ്ങനെയാണ് എന്നെ ആലോചന അറിയിച്ചത്. എവിടെ നിന്നാണോ നീ വന്നത് അവിടേക്ക് മടങ്ങി പോകുക എന്നുള്ള ഒരു ആലോചനയാണ് ദൈവാത്മാവ് എനിക്ക് തന്നത്. അപ്പം ഞാൻ ICPF-ലേക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. 2007 മുതൽ ഞാൻ ICPF-ൽ സ്റ്റുഡന്റ് ലീഡറായിട്ട് വർക്ക് ചെയ്യാണ്. നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. എന്റെ ഒരു കുടുംബം പോലെയാണ് ICPF എന്ന് പറയുന്നത്. ഞാൻ അവിടുത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. അവര് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ICPF-ന്റെ ഭാഗമാവുന്നത്. ദൈവാത്മാവ് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവുന്നു. ഈ ദൈവാത്മാവ് ആലോചന പറഞ്ഞ സമയം തൊട്ട് അടുത്ത ബംഗാളിൽ എത്തുന്നത് വരെ ഏകദേശം 1 വർഷത്തെ ഒരു ഗ്യാപ്പ് വരികയാണ്. ആ ഗ്യാപ്പിലാണ് 2019 ഞാൻ ഇവിടെ വരുന്നു. നേരെ ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഇരുന്നത്. അപ്പൊ ഞാൻ ജമ്മു കാശ്മീർ വിടുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു ICPF-ലാണെങ്കിലും സൗത്തിൽ എവിടെങ്കിലും ഞാൻ കയറാം. കാര്യം പെട്ടെന്ന് എനിക്ക് വീട് എത്തുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സൗത്തിൽ എവിടെങ്കിലും ഹൈദരാബാദിലോ അല്ലെങ്കിൽ സൗത്തിൽ എവിടെങ്കിലും ആന്ധ്രയിൽ എവിടെങ്കിലും കയറാമെന്ന രീതിയിൽ അങ്ങനെ ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തത്. പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് ജെയിംസ് സാറ് ചോദിച്ചു, സാർ നോർത്ത് ഇന്ത്യയിൽ നമുക്കൊരു സ്ഥലമുണ്ട് പോകാമെന്ന് ചോദിച്ചു. പെട്ടെന്ന് എന്റെ മനസ്സിൽ നോ പറയാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു സാറേ ഞാൻ റെഡിയാണ്, ഞാൻ പോകാന്ന് പറഞ്ഞു. സ്ഥലം ഏതാന്ന് ചോദിച്ചു. സാർ പറഞ്ഞു ദുർഗാപൂർ നമുക്കൊരു സ്റ്റേഷൻ വേക്കന്റ് ആയിട്ടുണ്ട്, പോകാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു, ദുർഗാപൂർ ഏത് സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറഞ്ഞു. സാർ പറഞ്ഞു അത് വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയ്ക്ക് അടുത്തൊരു സ്ഥലമാണ്, പോകാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ പറഞ്ഞു. ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് സൗമ്യ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു സൗമ്യ നമുക്ക് പിന്നെ നോർത്ത് ഇന്ത്യയിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജമ്മു വിട്ട് വരുമ്പോ എന്റെ സ്വെറ്ററുകളെല്ലാം ഞാൻ അവിടെ കളഞ്ഞിട്ടാ പോരുന്നത്. ഇനി ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ഇല്ലാത്ത രീതിയിൽ സ്വെറ്ററുകളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ വന്ന് അപ്പൊ സൗമ്യയോട് പറഞ്ഞു സൗമ്യ ഇതുപോലെയാണ്. അപ്പൊ സൗമ്യ പറഞ്ഞു അച്ഛൻ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദൈവാത്മാവ് ഒരു ആലോചന എനിക്ക് തന്നു. അത് കൃത്യം അത് തന്നെയാണ്, നമുക്ക് അതാണ് ദൈവം തന്നിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ 2019 ഞാൻ സൗമ്യക്ക് നാട്ടിലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഞാൻ വന്നു 2019 ദുർഗാപൂര് വരുന്നു. വന്ന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പിന്നീട് സൗമ്യ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദൈവാത്മാവ് എന്നെ ആലോചന അറിയിച്ച സമയത്താണ് അവിടുത്തെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് മാറുന്നത്.
ആ സമയത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് അവിടെ വരേണ്ട വ്യക്തിയാണ്. കൃത്യം 1 വർഷം കഴിയുമ്പോഴാണ് ഞാൻ അവിടെ വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്താണോ, ദൈവം നമ്മളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഞാൻ 2018 വരേണ്ടത് ഞാൻ 2019 അവിടെ തന്നെ ദൈവം എന്നെ കൊണ്ടുവന്നു. എന്റെ എത്ര തീരുമാനങ്ങളുണ്ടോ അതെല്ലാം ദൈവം പൊളിച്ചടുക്കി. ഞാൻ ഈ ICPF-ലേക്ക് ജോയിൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തപ്പോ 6 മാസത്തെ വാടക മുടങ്ങി കിടക്കുകയാണ്. ഞാൻ എന്ന് തീരുമാനം എടുത്തോ അന്ന് എനിക്ക് ദൈവം ഓപ്പൺ ചെയ്തു, എന്റെ സോഴ്സ് ഓപ്പൺ ചെയ്തു. പക്ഷെ വീട്ടിൽ കൃത്യമായിട്ട് സൗമ്യക്ക് ദൈവം ഒരു നന്മ എപ്പോഴും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, അവളുടെ കാര്യങ്ങൾ നടക്കാനും. പക്ഷെ എന്റെ കയ്യിലേക്ക് ഒന്നും വരുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് 3 മാസത്തെ ICPF ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ തീരുമാനം എടുത്തപ്പോ 6 മാസത്തെ വാടക ദൈവം എന്റെ കൈ തന്നു. അത് വലിയൊരു മിറക്കിളായിരുന്നു. ഒരു അങ്കിള് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു 6 മാസത്തെ വാടക എടുത്തില്ല. ഞാനിപ്പോ തന്നേക്കാം, എത്ര രൂപ പറഞ്ഞു. പെട്ടെന്ന് പുള്ളി ക്വിക്കായിട്ട് എനിക്ക് ആ ഒരു എമൗണ്ട് തന്നു. ഞാൻ 6 മാസത്തെ വാടകയും കൊടുത്തു. അവിടുന്ന് പാക്ക് ചെയ്തു. സാധനങ്ങളെല്ലാമായിട്ട് ഞാൻ ജമ്മു നിന്ന് നാട്ടിൽ വന്നു. നേരെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒറീസ പോയി. ഇവിടെ കൽക്കട്ടയിൽ ഒരു 3 മാസം ട്രെയിനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാമായിട്ട് ഞാൻ ദുർഗാപൂർ വന്നു. അവിടെ വന്ന് അവിടുത്തെ മിനിസ്റ്റർ ഓൾമോസ്റ്റ് കുറെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന സ്ഥലത്ത് വന്നു. ദൈവം എന്നെ അവിടെ ശക്തമായ നിലയിൽ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഏകദേശം ഞാൻ അവിടെ വരുമ്പോഴാണ് 2019 ലാസ്റ്റിലേക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. 2020 ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കോവിഡിന്റെ സമയത്തിലേക്ക് വരുന്നു. മിനിസ്ട്രി സ്ട്രോങ് ആയിട്ട് പണിയേണ്ട സമയത്ത് പെട്ടെന്ന് കോവിഡ് വരുന്നു. പക്ഷേ ഒറ്റ കാര്യം പറയാം, കോവിഡിന് അകത്തായ എന്റെ മിനിസ്ട്രി ദൈവം വളർത്തിയത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഏകദേശം 10-12 സെൽ ഗ്രൂപ്പ്, 200-ലധികം യൗവനക്കാരെ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ആ കോവിഡിനകത്ത് ഏകദേശം ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് ഏകദേശം 18ഓളം സെൽ ഗ്രൂപ്പ്, 18 ഏരിയയിൽ സെൽ ഗ്രൂപ്പ്, ഓരോ സെൽ ഗ്രൂപ്പിലും 10-ലധികം സ്റ്റുഡൻസ്, 10, 15, 20 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന സെൽ ഗ്രൂപ്പ് ദൈവം എനിക്ക് തന്നു. അത് അത്രയേറെ യൗവനക്കാരെ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ആ മിനിസ്ട്രി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ദൈവം ചെയ്തു. കാര്യം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വേല ദൈവം അവിടെ ചെയ്തു. ഞങ്ങൾ അവിടെ രണ്ട് ക്യാമ്പ് ഞങ്ങൾ നടത്തി. ഒരുപാട് പ്രവർത്തനം, ഒരുപാട് യൗവനക്കാരെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അവിടുന്നാണ് 3 വർഷം കഴിയുമ്പോഴത്തേന് കൽക്കട്ടയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരാനായിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലേക്കുള്ള ട്രാൻസ്ഫർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. കാര്യം കൽക്കട്ട പട്ടണം എന്ന് പറഞ്ഞാൽ വളരെ 24 മണിക്കൂർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് 12 മണിക്കൂറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ട്രാഫിക് ഉള്ള, അതുപോലെ ഞെരുങ്ങിയ ഒരു സ്ഥലം കൽക്കട്ട പട്ടണം. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, കൽക്കട്ടയിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്റെ വൈഫ് പഠിക്കുന്ന സമയത്ത് കൽക്കട്ടയിൽ ഒരു തവണ വന്നിട്ടുണ്ട്. അന്ന് വൈഫും പറഞ്ഞു കൽക്കട്ടയിലേക്ക് ഇനി വരത്തില്ലെന്ന് പറഞ്ഞിട്ട് വൈഫും ഉപേക്ഷിച്ച പട്ടണമാണ് കൽക്കട്ട. ഞാനും ഉപേക്ഷിച്ച പട്ടണമാണ് കൽക്കട്ട. എന്നാൽ കൽക്കട്ടയിലേക്ക് വരണം എന്നുള്ള ഒരു ട്രാൻസ്ഫർ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ റേഞ്ച് സ്റ്റാഫ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ എടുക്കത്തില്ല അച്ഛാ, എനിക്ക് പറ്റത്തില്ല. ദുർഗാപൂർ എന്ന് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ ശാന്തമായ രീതിയിൽ നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അടുത്തൊരു വർഷം ട്രാൻസ്ഫർ പറഞ്ഞിട്ട് പിന്നെ ഒരു വർഷം മുമ്പോട്ട് പോയപ്പോ പയ്യെ ഞങ്ങളുടെ കംഫോർട്ട് സോൺ പൊളിയാൻ തുടങ്ങി. ഓരോ സ്ഥലത്തും ദൈവം ഇങ്ങനെ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി പോകാനുള്ള സമയമായി. നമ്മുടെ കംഫോർട്ട് സോൺ ദൈവം പൊളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞങ്ങളുടെ എബി പീറ്റർ സാർ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് പറഞ്ഞൊരു പ്രസംഗം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. വി ആർ നോട്ട് കോൾഡ് ടു ബി ഇൻ എ കംഫോർട്ട് സോൺ. നമ്മൾ കംഫോർട്ട് സോണിലായിരിക്കാനായിട്ടല്ല നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം ദൈവത്തെ കാണുന്നത് വളരെ കുറഞ്ഞു പോകും. നമ്മൾ എവിടാണോ ഡിസ്കംഫോർട്ട് ആയിരിക്കുന്നത് അതിനകത്ത് ദൈവത്തെ നമ്മൾ കുറച്ചുകൂടെ അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ കംഫോർട്ട് സോൺ പൊളിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പല മേഖലകൾ പൊളിയാൻ തുടങ്ങി. പല സഹകരണങ്ങൾ, പലരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ തുടങ്ങി. പല രീതിയിലും ഒരുപാട് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു മിനിസ്ട്രിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ മനസ്സിലായി പോകാനുള്ള സമയമായി. ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛൻ എന്താണ് ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അച്ഛൻ ചോദിച്ചു, മോനെ ട്രാൻസ്ഫർ ഇപ്പോഴും നിൽക്കുകയാണ്, നീ പോകാൻ റെഡിയാണോ? ഞാൻ പറഞ്ഞു, അച്ഛാ പോകാനായിട്ട് ദൈവാത്മാവ് പറയുന്നു. അപ്പൊ ഞങ്ങൾ ദർശനം കണ്ടു, ഞങ്ങൾ പാക്ക് ചെയ്യുന്നു, ഞങ്ങൾ പോകുന്നതായിട്ടുള്ള ദർശനങ്ങൾ ഞങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവാത്മാവ് ഞങ്ങളോട് പറയുന്നു കൽക്കട്ട പട്ടണത്തിലേക്ക് വരണം. കൽക്കട്ടയിൽ ഏകദേശം 4 വർഷത്തിലധികമായിട്ട് മിനിസ്ട്രി ഫ്ലോപ്പായി കിടക്കുകയാണ്. അപ്പൊ അത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തോടെയാണ്. അപ്പൊ ഞാൻ എന്റെ മിനിസ്ട്രി ലൈഫ് മുഴുവൻ ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ എവിടൊക്കെയാണോ ഫ്ലോപ്പായി കിടക്കുന്നത് അതെല്ലാം റീബിൽഡ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് വരെയും ശുശ്രൂഷയ്ക്ക് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു റീബിൽഡിംഗ് എന്റെ ഒരു ശുശ്രൂഷയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ കൽക്കട്ട പട്ടണത്തിലേക്ക് വരുന്നു.
അതെല്ലാം റെഡിയായി ട്രാൻസ്ഫർ എടുത്ത് കൽക്കട്ട പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം പല രീതിയിലും ICP പ്രവർത്തനങ്ങളെല്ലാം പല രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഓരോ രീതിയിലും പലരെയും കോൺടാക്ട് ചെയ്യുന്നു, പല രീതിയിലും അതൊന്ന് റീബിൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാനുള്ള ഓഫീസിൽ നിന്ന് പല തരത്തിലുള്ള അഡ്വൈസുകളുണ്ട്. അതെല്ലാം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പലയിടത്തുനിന്നും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി, പല തടസ്സങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നമുക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാനസികപരമായിട്ടുള്ള ഞെരുക്കങ്ങൾ, മാനസികപരമായിട്ട് ഞങ്ങളങ്ങ് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. ഒരു രാത്രി ഞങ്ങൾ റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി, രാത്രി 1 മണിക്ക് റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇങ്ങനെ കരയാനാണോ ഞങ്ങൾ ഈ പട്ടണത്തിലേക്ക് ദൈവം വിട്ടേന്ന് ചോദിച്ചു. ഇങ്ങനെ കരയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടണത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ പോകാം, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ ആയിക്കോളാൻ പറഞ്ഞു. ആ രാത്രി ഞങ്ങൾ റോഡിന്റെ സൈഡിൽ കിടന്ന് കരഞ്ഞു. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെയും പുതിയ വഴികൾ, പുതിയ ആളുകളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിച്ചു. പല സഭകളെയും, പ്രത്യേകിച്ച് ഈ ദേശത്തുള്ള മലയാളം സഭകളൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് AG IPC അതുപോലെ ചർച്ച് ഓഫ് ഗോഡ് എല്ലാം വളരെ സപ്പോർട്ടീവായിട്ട് ദേവാസന്മാരെല്ലാം കൂടെ നിൽക്കാൻ തുടങ്ങി, അച്ചായന്മാരെല്ലാം കൂടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ബംഗാളി ചർച്ചുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഒരു സൈഡിൽ ഉണ്ടായ തടസ്സങ്ങളെല്ലാം മാറി അതെല്ലാം അങ്ങ് മാറിപ്പോയി. പുതിയൊരു റീബിൽഡിങ്ങിലേക്ക് CGPF-നെ പുതുതായിട്ട് പണിതു. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ, 1 വർഷം വരെ ഒരു സ്റ്റഡി പീരീഡ് ഒരു പഠനത്തെ പറ്റി ഉണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ദൈവം ഈ പട്ടണത്തിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മുടങ്ങി കിടന്ന ക്യാമ്പ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വർഷം ക്യാമ്പ് നടത്തുമെന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു, പല രീതിയിലും പറ്റത്തില്ലെന്ന് പലരും പല നെഗറ്റീവ് വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, നെഗറ്റീവ് വന്ന സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അതിന് എപ്പോഴും പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ദുർഗാപൂരിൽ എത്തിയ സമയത്താണ്, 2019 ഞാൻ ദുർഗാപൂർ എത്തിയപ്പോൾ 2020 ജനുവരി 20-ാം തീയതി ഓഫീസിൽ നിന്ന് എനിക്കൊരു മിഷൻ തന്നു. അവിടെ ഒരു പ്രൊമോഷൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഞാൻ ആ ദേശത്ത് ചെന്ന് 1 മാസം കഴിയുമ്പോഴേ പ്രൊമോഷൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു വിഷൻ എനിക്ക് തന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് CGPF മീറ്റിംഗ് കൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, അവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആ സമയത്തുള്ള ICPF ആയിട്ടുള്ള സഭകളുടെ സഹകരണത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിൽക്കുന്ന സമയമാണ്. ആരും സഹകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രവർത്തിക്കും, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പോയി 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോള് ബുക്ക് ചെയ്തു. അപ്പൊ ആളുകൾ പറഞ്ഞു, എന്തിനാ ഈ 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോള് ബുക്ക് ചെയ്തത്? 50 പേര് തികച്ചു വന്നാലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം പ്രവർത്തിക്കും. ആ 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോള് ഞാൻ ബുക്ക് ചെയ്തു. എന്നിട്ടും എന്റെ ഒരു എന്താ പറയുക, എവിടെയോ ഒരു ഈ വാക്ക് കിടപ്പോൾ ചെറിയൊരു അവിശ്വാസം വന്ന പേരിൽ ഞാൻ 75 പേർക്കുള്ള സ്നാക്സ് ഓർഡർ ചെയ്തു. 100 പേർക്കുള്ള 75 പേർക്കുള്ള സ്നാക്സ് ഓർഡർ ചെയ്തു. ആ മീറ്റിംഗിന്റെ അന്നത്തെ ദിവസം ഗസ്റ്റ് വന്നു. ജെയിംസ് സാറ് ഗസ്റ്റ് ആയിട്ട് വരുന്നു. ഗസ്റ്റ് ഒക്കെ വന്നു, എല്ലാവരും പിക്ക് ചെയ്തു. ഞാൻ ആ സ്ഥലത്ത് എത്താനായിട്ട് ഒരു 5 മിനിറ്റ് വൈകിയപ്പോഴേക്കും ഫോൺ കോൾ വരാൻ തുടങ്ങി പല ദേവസ്വന്മാരുടെ. പെട്ടെന്ന് വന്ന് ഇവിടെ ആളുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ ഹോള് നിറഞ്ഞിട്ട് പുറത്തേക്ക് ആളുകൾ ഇരിക്കാൻ തുടങ്ങി. 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോള് 100 10 120 ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ സ്നാക്സ് ചെയ്യുന്നിടത്ത് ഒരു ദേവാസൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, സ്നാക്സ് 75 പേർക്കല്ല, 100 പേർക്ക് 110 പേർക്ക് ഉണ്ടായിക്കോ, ഇവിടെ ആള് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവെ, ഒരു സാധ്യതയും 50 പേര് പോലും വരത്തില്ലെന്ന് പറഞ്ഞെടുത്ത് അത്രയിലധികം ദൈവപ്രവൃത്തി കണ്ടിട്ട് ഒരുവനാണ് ഞാൻ. പറഞ്ഞു, ഇവിടെയും ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ബഡ്ജറ്റ് വെച്ചു 2.5 ലക്ഷം രൂപ. 1 രൂപ പോലും കയ്യിൽ ഇല്ല, എടുക്കാനില്ല. ബഡ്ജറ്റ് വെച്ചു 2.5 ലക്ഷം രൂപ. അക്കൗണ്ടിൽ ഒരു 60,000 രൂപയുണ്ട്. പക്ഷെ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു ടെക്നിക്കൽ എറേഴ്സ് ഉള്ളതുകൊണ്ട് അതും പറ്റുന്നില്ല. അപ്പം ആളുകൾ പറഞ്ഞു, കുറച്ചു പേര് കൂടെ നിൽക്കാറുണ്ട്, കുറച്ചു പേര് പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 2 തരത്തിലുള്ള ആളുകൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇരുന്നു. ഞാൻ എപ്പോ ക്യാമ്പിന്റെ ഞാൻ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ഒരിക്കലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ല. ഒരിക്കൽ ഞാൻ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിന് മറുപടി ഞാൻ കാണാഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് തീരുമാനമെടുത്തു, കർത്താവേ, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ദൈവത്തിനറിയാം, ദൈവം അത് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കും, ഉപവസിക്കും. ഞാൻ എന്റെ എല്ലാ ക്യാമ്പുകൾക്കും മുമ്പ് ഞാനൊരു 40 ദിവസം 21 ദിവസം ഞാനിത് ഉപവസിക്കാറുണ്ട്. ഫുൾ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ ക്യാമ്പിന് വേണ്ടിയിട്ട് ഞാൻ 21 ദിവസം ഞാനിത് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലും വന്നിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉപവാസം തുടങ്ങിയ സമയം തൊട്ട്
എവിടുന്നൊക്കെയോ ഒരു വല്ലാത്തൊരു ഫൈനാൻഷ്യൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വ്യക്തിപരമായിട്ടല്ല, ഈ ദേശത്തെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് വരുന്നത് എന്റെ അക്കൗണ്ടിലോട്ടല്ല, ഇവിടുത്തെ ICPFന്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര വല്ലാത്തൊരു ഫ്ലോ വരാൻ തുടങ്ങി. ആ ക്യാമ്പ് വളരെ അനുഗ്രഹിക്കപ്പെടുന്നില്ല. ഏകദേശം 60-ലധികം കുഞ്ഞുങ്ങൾ ആ ക്യാമ്പിൽ വന്നു. ആ 60-ലധികം കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിന്റെ ടച്ച് അനുഭവിച്ചിട്ടാ ആ ക്യാമ്പ് വിട്ടുപോയത്. അഭിഷേകം പ്രാപിച്ചവർ ഒരുപാട് പേരുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോയ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട്. 60 പേരും പരിശുദ്ധാത്മാവ് 60 പേരെ തൊട്ടു. 60 പേര് സാക്ഷ്യം പറഞ്ഞു, ദൈവാത്മാവ് ഞങ്ങളെ തൊട്ടു. പല നിലകളിൽ ഞങ്ങൾക്ക് വിടുതൽ കിട്ടി. ഇന്റേണൽ ആയിട്ട് ബ്രേക്ക് ആയിട്ട് വന്ന പിള്ളേര് ഒരുപാട്, ഞങ്ങൾക്ക് വലിയൊരു വിടുതലായിരുന്നു. ആ ഒരൊറ്റ ക്യാമ്പ് ഈ ദേശത്ത് മൊത്തത്തില് ICPF എന്ന പ്രവർത്തനത്തെ ഒന്നുകൂടെ ഒന്ന് എടുത്തറിയിക്കാനായിട്ട് ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഏകദേശം 1,00,000 രൂപയോളം റെസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ വന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സാമ്പത്തികം ഒരു തടസ്സമാവത്തില്ല. അത് ദൈവത്തിന്റെ കരങ്ങളിലുള്ളതാണ്. സാമ്പത്തികം ദൈവത്തിന്റെ കരത്തിലുള്ള സാധനമായതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ. ഞാൻ പ്രാർത്ഥിക്കും, വരുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ക്യാമ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഉപവസിക്കാറുണ്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഞങ്ങൾ ഇവിടെ 2 ക്യാമ്പ് പല മീറ്റിങ്ങുകൾ നടത്തി. 1 രൂപയ്ക്ക് പോലും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. സാമ്പത്തികമായിട്ട് ദൈവം നല്ല രീതിയിൽ പലരെയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ പക്ഷെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാൻ ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്റെ വൈഫിനോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഒരു ടെൻഷനും ഇല്ല അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ടെൻഷനും ഇല്ല. നാളെ അരി മേടിക്കാൻ കാശില്ല. പറഞ്ഞു, ടെൻഷൻ ഇല്ല. കാര്യം ആ വ്യക്തിപരമായിട്ട് ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ സൗമ്യ വൈഫ് അവളെ അടുത്ത് പ്രാർത്ഥിച്ചു. എന്നെ നോക്കിയിട്ട് അവൾ എന്നോട് വഴക്ക് പറയുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ലാതെ എങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന് അറിയാം നമ്മൾ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞു. രാത്രി 1 മണിയായപ്പം ഒരു മെസ്സേജ് വന്നു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ രാത്രി അടുത്ത ദിവസം അരി മേടിക്കാൻ കാശില്ല, അരിയില്ല. രാത്രി 1 മണിയായപ്പം ദൈവം ഞങ്ങൾക്ക് വഴി തുറന്നു. രാവിലെ പോയി അരിയും സാധനങ്ങളും മേടിച്ചു. ആമേൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഒരു പയ്യൻ, ഞങ്ങൾ നേരത്തെ പരിചയമുള്ള ഒരു മകനാ, അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അക്കൗണ്ട് നമ്പർ ഒന്നും ഇട അച്ഛാ, എന്നെ ദൈവം ഉറങ്ങാൻ അനുവദിക്കുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളെ തന്നെ ദൈവം കാണിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് അക്കൗണ്ട് നമ്പർ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ തരാം, അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന് തീരുമാനം അങ്ങനെ ആണെങ്കിൽ നടക്കരുതെന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ പലപ്പോഴും ഇന്ന് വരെയും സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കവും ഞങ്ങൾ ഞെരുങ്ങിയ സമയങ്ങളിലൊക്കെ ദൈവം വഴി തുറന്ന് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹമായ നിലയിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ എന്റെ വിവാഹങ്ങൾ നടന്നു, എന്റെ അനിയന്റെ വിവാഹം നടന്നു. അവര് കുടുംബമായിട്ട് ICPFന്റെ സ്റ്റാഫായിട്ട് അവൻ നാട്ടിൽ ഏകദേശം 7 വർഷത്തോളം ആലപ്പുഴയിലുണ്ടായിരുന്നു. ഇപ്പോ അറ്റ് പ്രസന്റ് ആള് മഹാരാഷ്ട്രയില് ബോംബെയില് IPCയുടെ ഒരു പാസ്റ്ററായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് വളരെ അനുഗ്രഹപ്പെട്ട നിലയിൽ, അദ്ദേഹത്തിനും 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളും 2 കുഞ്ഞുങ്ങളോടൊപ്പം 2 കുടുംബവുമായിട്ട് 2 കർത്താവിന്റെ വേല ശക്തമായ നിലയിൽ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ദൈവം ഞങ്ങളെ ആ ഒരു പട്ടണത്തിലെ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നത് ഇന്ന് നോർത്ത് ഇന്ത്യയിലെ 2 പട്ടണങ്ങളിൽ കർത്താവിന്റെ വേലക്കാരായിട്ട് ഞങ്ങളെ വിടാനായിട്ട് ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ്. ഞങ്ങളുടെ അപ്പനിലൂടെ ദൈവം ഞങ്ങളെ ഇത്രയേറെ നടത്തി. അപ്പനും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. 97-ൽ മരിച്ചു പോകുന്ന പറഞ്ഞ വ്യക്തി ഇന്നും ആരോഗ്യത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നു. ശരീരപരമായിട്ടുള്ള പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അനുഗ്രഹമായ നിലയിൽ ദൈവം ഞങ്ങളെ മാനിച്ച് നല്ല രീതിയിൽ, എപ്പോഴും പറയാൻ പറ്റും, ദൈവം വിശ്വസ്തനായിട്ട് നല്ല രീതിയിൽ ഞങ്ങളെ അനുഗ്രഹമായിട്ട് നടത്തുന്നു. എപ്പോഴും ദൈവത്തിന്റെ ഒരു കരുണ, ഒരു ഫേവർ എപ്പോഴും ഞങ്ങൾ അറിയാറുണ്ട്. എനിക്ക് വചനം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, കഷ്ടതകൾ ഇല്ലെന്നല്ല, കഷ്ടതകളുണ്ട്. പക്ഷെ അതിന് നടുവിലും പട്ടിണി കിടക്കാൻ അനുവദിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കാര്യം ഏലിയാവിനെ പോറ്റാനായിട്ട്, കാക്കയെ ഇറക്കുവാനായിട്ടും സാറാഫാത്തിൽ വഴി തുറക്കാനായിട്ടും ദൈവം മുന്നമേ കരുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഒരു രാജ്യം മുഴുവൻ പട്ടിണി കിടക്കുമ്പോൾ പട്ടിണി കിടക്കുവാൻ അനുവദിക്കാതെ ഒരു ദൈവദാസനെ ദൈവം കരുതിയെങ്കിൽ നമ്മളെ ദൈവം കരുതുവാൻ വിശ്വസ്തനാന്നേ. നമ്മളെ ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കണ്ണിന്റെ മുന്നിലുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കരത്തിലുണ്ട്. ദൈവം നമ്മളെ നടത്തും, അനുഗ്രഹിക്കും. മുമ്പോട്ടാണെങ്കിലും കഷ്ടതകൾ ഇല്ലെന്നല്ല, നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്ത് കഷ്ടതകളും പട്ടിണികളും ഉപദ്രവങ്ങള് പൗലോസ് പറയുന്ന സകലതും ഉണ്ട്. എന്നാൽ അതിന് നടുവിലും നല്ല രീതിയിൽ ഇരിപ്പാനും എനിക്കറിയാം, കഷ്ടതയിൽ ഇരിപ്പാനും എനിക്കറിയാം. ആമേൻ. ആ ഒരു അനുഭവത്തിലൂടെ പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ച പ്രിയ കൃതദാസനും അരോമ TVക്കുമുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഈ സാക്ഷ്യം എല്ലാവർക്കും ഒരു വിടുതലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഞാൻ
എന്റെ സാക്ഷ്യത്തെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് പ്രേ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ ഹല്ലു, പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ ഹല്ലു അല്പസമയം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെയും ഓർക്കുവാനും അതിനെ ടെസ്റ്റിഫൈ ചെയ്യുവാനും ദൈവം സഹായിച്ചതിനാൽ നന്ദി പറയുന്നു കർത്താവേ. വിശേഷ കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരുണ്ടാകും കർത്താവെ. രോഗത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, ദൈവമേ ഹല്ലുയ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ നടുവിൽ, ദൈവമേ ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ ഒക്കെയുമായിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. അവർക്കൊരു ഈ സാക്ഷ്യം, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവെ. അനേകർക്ക് ഒരു വിടുതലായി, അനേകർക്ക് കർത്താവിനെ കൂടുതലായി രുചിച്ചറിയുവാൻ ഒരു സാഹചര്യമായി കർത്താവെ ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വിശേഷാൽ കർത്താവെ, അരോമ ടിവിക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെ ഓർക്കുന്ന കർത്താവെ. ഈ ചാനൽ കർത്താവെ അനേകരുടെ സാക്ഷ്യത്തിന് കർത്താവ് കാരണമായി തീരുവാൻ, അനേകരുടെ വിടുതലിന് കാരണമായി തീരുവാൻ, അനേക രാജ്യങ്ങളിൽ ഫ്ലറിഷ് ആകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വീകരിക്കാൻ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. 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 താങ്ക് യു പാസ്റ്റർ. എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ സനു എസ്. അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ TV പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ, അമ്പലങ്ങൾ ഏറെയുള്ളതായ ചുറ്റുപാടുകളിൽ ഒരു സാധാരണ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട ബാല്യകാലവും അതിൻ്റെ ഓർമ്മകളെയും കുറിച്ച് പറയുകയുണ്ടായി. ഏത് സാഹചര്യത്തിലായാലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയും അതിനെ സേവിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ളതുമായ ഒരു സാഹചര്യത്തിലായിരുന്നു അബ്രഹാം ജനിച്ച് വളർത്തപ്പെട്ടത്. താൻ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷെ തേജോമയനായ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ട് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞ് അബ്രഹാം ശിരസ്സ വഹിച്ച് അത് ഏറ്റെടുത്തു. താന് വിൽക്കുകയും കൊടുക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൈവങ്ങളെയാണ് അബ്രഹാമിന്റെ അറിവനുസരിച്ച്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി സംസാരിക്കുന്ന ഒരു ദൈവം, പ്രവർത്തിക്കുന്ന ഒരു ദൈവം, സൗഖ്യമാക്കുന്ന ഒരു ദൈവം, വിടുവിക്കുന്ന ഒരു ദൈവം, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം പ്രിയ കുടുംബത്തില് ഇറങ്ങി വന്നപ്പോൾ, അത്ഭുതങ്ങളെ ചെയ്തപ്പോൾ ആ ദൈവത്തെ പിൻപറ്റാതിരിക്കാൻ കഴിയാത്ത ആ ഒരു സാഹചര്യം, വാത്സല്യ പിതാവ് ആ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. ആ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും ആ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്തു. ഒരു പക്ഷെങ്കിൽ ആ പിതാവിന് അങ്ങനെ ഒരു രോഗത്തിലൂടെ കടന്നു പോയില്ലായിരുന്നു എങ്കിൽ സനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിലിരുന്ന് സാക്ഷ്യം പറയുവാൻ ഉണ്ടാകുമായിരുന്നില്ല. പകരം ഏതെങ്കിലും ഒരു സർവേയർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു തലത്തില് ഇന്ന് തുടരുമായിരുന്നു. ഒരു പക്ഷെ അതല്ല മറുവശമാണ് ചിന്തിക്കുന്നതെങ്കിൽ തൊഴിലില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടത്തില് നടക്കുകയോ അല്ലെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമയായി ജീവിതം തന്നെ തകർന്നു പോകുന്ന അനുഭവത്തിലൊക്കെ കടന്നു പോകേണ്ടിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മുന്നമേയുള്ള പദ്ധതി, പ്രിയ കർത്താവിന്റെ ദാസൻ സനുവിനെ ദൈവത്തിന് ആവശ്യമായിരുന്നത് കൊണ്ടാണ് ആ പിതാവിനെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തത്. സനുവിന്റെ സഹോദരനെ ദൈവത്തിന് ആവശ്യമായിരുന്നത് കൊണ്ടാണ് ആ പിതാവിനെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തത്. അപ്പൊ ഒരാൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊടുത്തിട്ട് തലമുറകളെ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയെടുക്കുവാൻ മുന്നമേ ചില ക്രമീകരണങ്ങൾ ചെയ്തു. കഷ്ടതയിലൂടെ ഇറങ്ങി വന്ന് ദൈവം ചില പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ വഴികളാണ് അതിലൊക്കെ കാണാൻ കഴിയുന്നത്. പിന്നീട് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒത്തിരി കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയെന്ന് പറഞ്ഞു. എങ്കിലും അവിടെയൊന്നും ദൈവം കൈവിട്ടില്ല. അവിടെ എല്ലാം ദൈവത്തിന്റെ കാര്യം കൂടെയിരുന്നു. ദൈവദൂതന്മാരുടെ സംരക്ഷണ
അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കർത്താവ് അയച്ചിടത്തൊക്കെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം പോയതുപോലെ ജമ്മുവിലേക്കും ഇപ്പോൾ കൽക്കട്ടയിലേക്കും നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ ദൗത്യവുമായി, പ്രത്യേകിച്ച് ICPFന്റെ ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം യൗവനക്കാരുടെ ഇടയിലുള്ള ആ ഒരു പ്രവർത്തനം വളരെ വളരെ പ്രസക്തമായ ഒരു ശുശ്രൂഷയാണ്, വളരെ ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണ്. ICPF ചെയ്യുന്ന ആ സുസ്ഥിരമായ സേവനം അത് വിസ്മരിക്കാൻ പറ്റത്തില്ല. ആയിരം യൗവനക്കാരെ കർത്താവിലേക്ക് നേടുവാൻ ആ പ്രസ്ഥാനം മുഖാന്തരം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ലോകത്ത് അങ്ങോളം ഇങ്ങോളം പടർന്നു കിടക്കുന്നതായ ആ പ്രവർത്തനം, അതുപോലെ അതിൻ്റെ പ്രൊഡക്റ്റ് ആമേൻ ആയിരക്കണക്കിന് യൗവനക്കാരാണ്. അവരുടെ ഒക്കെ സാക്ഷ്യങ്ങൾ, നിരവധി പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം അരോമ TV വന്നിട്ടുണ്ട്. അതുപോലെ അനേക പ്രിയപ്പെട്ടവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ അത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ആ പ്രസ്ഥാനത്തെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബവും ഇന്ന് കൽക്കട്ടയിൽ പാർത്തുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ആ തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ആക്കുന്നിടത്ത്, അയക്കുന്നിടത്ത് ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് അരോമ TV കടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ആവശ്യത്തിലിരിക്കുന്നവർക്ക് ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിനെ അവരും അറിയട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി നിങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.